അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരികൾ, നല്ലവരായ മുഹിബ്ബീങ്ങൾ, വിദ്യാർത്ഥിനികൾ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒത്തൊരുമിച്ച് കൂടിയവരാണ് നമ്മൾ. മുത്തനബിയുടെ പേരിൽ ഒത്തുകൂടുന്നത് അത് വളരെ പുണ്യമുള്ള കർമ്മവും നാം ഒത്തുകൂടുന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനവും ഉള്ളതാണെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. മുത്തനബിയുടെ കാലം മുതൽ തർക്കമില്ലാതെ ചെയ്തു പോരുന്ന മുത്തനബി ചെയ്യിപ്പിച്ച, സദസ്സിൽ പങ്കെടുത്ത, പ്രേരിപ്പിച്ച, സ്വഹാബത്ത് ചെയ്ത ഒരു തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ് മദ്ഹുർ റസൂൽ, മുത്തനബിയുടെ മദ്ഹ് പറയുക എന്നുള്ളത്. മുത്തനബിയുടെ എന്ന് മാത്രമല്ല, മറ്റ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും മദ്ഹ് പറയൽ സുന്നത്താണ്. സുന്നത്താണെന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമുള്ള സൽക്കർമ്മമാണ്. അത് നേർച്ചയാക്കിയാൽ നിർബന്ധമാവുകയും ചെയ്യും. അതിനാണ് നാം ഇന്ന് മൗലിദ് എന്ന് പറയുന്നത്. മൗലിദ് എന്നും മൗലൂദ് എന്നും ആ പദത്തെ ഉപയോഗിക്കാറുണ്ട്. മൗലിദ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജന്മകാലം, ജന്മസ്ഥലം എന്നൊക്കെയാണ്. മൗലൂദ് എന്ന് പറഞ്ഞാൽ ജനിച്ച കുഞ്ഞൻ എന്നാണ്. എല്ലാം ശരി തന്നെ. നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്ത് മൗലൂദ് എന്നാണ് പറയുന്നത്. മൗലൂദ് എന്ന് പറഞ്ഞാൽ ഒരു മഹാന്റെ ജന്മം തൊട്ടുള്ള, ജന്മകാലം മുതൽ ഉള്ള ആണല്ലോ ചരിത്രം തുടങ്ങുന്നത്. ആ കുട്ടിയുടെ കുട്ടിപ്രായം മുതൽക്കുള്ള കാലത്തുണ്ടായ സമൂഹത്തിന് കിട്ടിയ ധർമ്മവേദികളെ പറയുക, പുണ്യം നേടുക, ഇതാണ് മൗലൂദ്. പക്ഷേ സാങ്കേതികമായി അധികവും മൗലിദ് എന്നാണ് കിതാബുകളിലൊക്കെ കാണുന്നത്. ഒരാളുടെ ജന്മസ്ഥലം അയാളുടെ ചരിത്രത്തിൻ്റെ തുടക്കമാണ്. ജന്മകാലവും ചരിത്രത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഏതൊരു നല്ല ആളുടെയും നാം അതാണ് ഉദ്ദേശിക്കുന്നത്. ആരുടെയെങ്കിലും കഥ പറയലോ ജീവിത രൂപങ്ങൾ പറയലോ അല്ല. പറയുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്, കൂലിയുള്ള കാര്യമല്ല. സാലിഹീങ്ങളോട് പറയുന്നത് കൂലിയുള്ള സൽക്കർമ്മമാണ്, അത് നേർച്ചയാക്കാവുന്നതാണ്. ഇൽത്തിസാമു ഖുർബത്തിൻ ലം തൽതസിം, സുന്നത്തായ ഒരു കർമ്മത്തെ ഞാൻ ചെയ്യുമെന്ന് ഏറ്റെടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ മൗലിദ് നേർച്ചയാക്കിയാൽ, നമ്മുടെ സാങ്കേതിക മൗലിദ് നേർച്ചയാക്കിയാൽ അത് വീട്ടൽ നിർബന്ധമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. മഹാന്മാരുടെ മൗലിദ് മദീന പള്ളിയിൽ സ്വഹാബത്ത് ഒത്തിരുന്ന്
നടത്തിയത് ഇമാം ദാരിമി അവിടുത്തെ സുനനു ദാരിമിയിൽ ഉദ്ധരിക്കുന്നത് നേരെ വായിച്ചിട്ടുണ്ട്. ഞാൻ നമ്മളൊക്കെ അറിയുന്നവരാണ്. ഇത് സ്വഹാബത്ത് ചെയ്തതിനെ മുത്തുനബി കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ മുത്തുനബിയും അതിൽ പങ്കെടുക്കുകയും അവിടുത്തെ മദ്ഹ് പറയുകയും ചെയ്തതായി ഹദീസിൽ തുടർന്ന് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുക അത് ഈ ഇനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ മൗലിദ് അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം ലോകത്തിന് എ തൊട്ട് സെഡ് വരെ ധർമ്മം പകരാൻ മാത്രമുള്ളതാണ്. അധർമ്മത്തിൻ്റെ ഒരു ലോകം അവിടുന്ന് വായിക്കാൻ നമുക്ക് കഴിയില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ആരും രേഖപ്പെടുത്തിയിട്ടുമില്ല. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞ ചരിത്രങ്ങൾ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളും ജൂതന്മാരും അടങ്ങുന്ന എത്രയോ ആളുകൾ മുത്തുനബിൻ്റെ ചരിത്രങ്ങൾ അക്കാലം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുമതവും അല്ലെങ്കിൽ ജൂതമതവുമെല്ലാം മുത്തുനബിയുടെ നാട്ടിലുണ്ടായിരുന്നു. അവർ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഒരു ന്യൂനതകൾ മുത്തുനബിയിൽ അറിയുമെങ്കിൽ, കാണുമെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് രേഖപ്പെടുത്തേണ്ടിയിരുന്നു. അവരുടെ രേഖയിൽ ഇന്ന് വരെ അവരാരും ഒരു സ്റ്റേജിലോ ഒരു പുസ്തകത്തിലോ അങ്ങനെ എഴുതിയത് കാണാൻ സാധ്യമല്ല. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ ലോകം കണ്ടിട്ടില്ല, കാണുകയുമില്ല. അതാണ് സ്വഹാബത്ത് പറഞ്ഞത്, ലം നറ മിസ്ലഹു ബഅദു വഖബ്ല. മുത്തുനബിയോട് തുല്യരായ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല, ഇനി കാണാൻ സാധ്യതയുമില്ല എന്നാണ് അവർ പറഞ്ഞത്. സ്വഹാബത്ത് ഒന്നടങ്ങി പറഞ്ഞ, തർക്കമില്ലാതെ പറഞ്ഞ വിഷയമാണ്. മുത്തുനബി തങ്ങൾ അതൊരു വലിയ ലോകമാണെന്നതിൽ ഒരാൾക്കും സംശയമില്ല. ആരും സംശയവും പ്രകടിപ്പിച്ചിട്ടില്ല. അവിടുത്തെ അധ്യാപനങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, അവിടുത്തെ ഹദീസുകൾ ആശ്ചര്യമാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മുഹമ്മദ് നബി പറഞ്ഞു എന്നല്ല പറയാറുള്ളത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ല പറയാറുള്ളത്. നിങ്ങൾക്ക് ക്രിസ്തുമതത്തിലെ പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. വായിച്ച് നോക്കിയവർക്കറിയാം എന്ത് ഈസ പറഞ്ഞു എന്നല്ലാതെ അതിൽ കാണുകയില്ല. യേശു പറഞ്ഞു എന്നേ കാണൂ. അതുപോലെ സക്കരിയ പറഞ്ഞു. ഏടുകളൊക്കെ വായിച്ചാൽ അങ്ങനെയാണ് കാണുന്നത്. കാല സക്കരിയ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ പല സിഫറുകളും വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ കാണുന്നത് കാലായി സക്കരിയ, കാല ഫുലാൻ, കാല ഫുലാൻ എന്നിങ്ങനെയാണ്. അങ്ങനെ ഒരു ഹദീസ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കിതാബുകളിൽ കാണുകയില്ല. മറിച്ച് വിശ്വസ്തനായ, സമൂഹത്തിൻ്റെ ഇടയിൽ വിശ്വസ്തനായ, അംഗീകരിക്കപ്പെടുന്ന ഒരാൾ, എല്ലാവരാലും വിശ്വസിക്കപ്പെടുന്ന, എല്ലാ മതക്കാരാലും ആദരിക്കപ്പെടുന്ന, എല്ലാവരും സത്യസന്ധനെന്ന് പറയുന്ന ഒരാൾ, ആ ആൾ പറയണം എന്നോട് പറഞ്ഞു, എൻ്റെ ഉസ്താദ് ഇന്ന ആൾ പറഞ്ഞു. ആ ആൾ പറയണം. ആ ഉസ്താദാണെങ്കിലോ സത്യസന്ധനും സദൂഖും ഓർമ്മശക്തിയുള്ള ആളും, പറയുന്നതിൽ അബദ്ധം പറ്റാതെ പറയുന്ന ആളും ആയിരിക്കണം. അയാളോട് പറഞ്ഞ ആളും അങ്ങനെ ആയിരിക്കണം. അയാൾ എവിടെ ജനിച്ചു, എവിടെ വഫാത്തായി, ആരിൽ നിന്നെല്ലാം പഠിച്ചു, ജീവിതത്തിൽ കള്ളം പറയാറുണ്ടോ എന്നൊക്കെ വ്യക്തമായി പരിശോധിച്ച് അങ്ങനെ 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 പറഞ്ഞ് 10, 27, 28, 29, 30 ആകും നമ്മൾ ഒരു ഹദീസ് മുത്തുനബിയിലേക്ക് എത്തുമ്പോൾ. എന്നിട്ട്
അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി പറഞ്ഞു, അല്ലെങ്കിൽ അൻ സദീദിന അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ഉമർ, ഉമർ തങ്ങൾ പറഞ്ഞു, എന്ത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ, മുസ്ലിമിലെ ഹദീസുകൾ, തുർമുദിയിലെ ഹദീസുകൾ, അബൂദാവൂദിൻ്റെ ഹദീസുകൾ, ഇബ്നു മാജയുടെ ഹദീസുകൾ, ദൈലമിയുടെ ഹദീസുകൾ, ദാരിമിയുടെ ഹദീസുകൾ, ഇബ്നു അബി ദുനിയയുടെ ഹദീസുകൾ, അബൂലയുടെ ഹദീസുകൾ, മുസ്നദാത്തുകൾ എത്രയാണല്ലോ! മുസ്നദ് ഷാഫിഈ, മുസ്നദ് അബൂ ഹനീഫ, മുസ്നദ് റുയാനി, മുസ്നദ് അഹ്മദ്, സുബ്ഹാനല്ലാഹ്. മുഴുവൻ കിതാബുകളുടെയും ഹദീസിൻ്റെ ശൈലി ഇങ്ങനെയാണ്. മുഹമ്മദ് നബി പറഞ്ഞു എന്നങ്ങ് പറയലല്ല. ഒരു സുപ്രഭാതത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലം കഴിഞ്ഞ് 200 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ പറയുകയാണ് എന്നോട്, ഈസ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ചിലരുടെയൊക്കെ മതം. അങ്ങനെയല്ല ഇസ്ലാം. ഈ ഹദീസുകൾ മുഴുവനും നമ്മുടെ കയ്യിലെത്തിയില്ല. മുത്തുനബി പറഞ്ഞ ഹദീസുകളിൽ നിന്ന് കുറേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ദീൻ നഷ്ടപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? അത് മുഴുവനും എന്ന് തന്നെ പറയാം ഒരുമിച്ച് കൂട്ടിയ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും 40 ഹദീസ് കാണാതെ പഠിക്കുകയും അതിൻ്റെ ക്രമപ്രകാരം അത് അടുത്ത തലമുറക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തവൻ്റെ മുഖം അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. ആ ദുആ എത്ര ഇമാമിങ്ങളിലാണ് എഫക്റ്റ് ചെയ്തത്! സുബ്ഹാനല്ലാഹ്. ഹദീസ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ മുത്തുനബിയുടെ മദ്ഹിലേക്ക് കടക്കാൻ കഴിയുകയില്ല. ഈ രൂപത്തിലാണ് മുത്തുനബിയുടെ ചരിത്രം മുഴുവനുമുള്ളത്. അവിടുത്തെ ശമായിലുകൾ ചരിത്രത്തിൽ അവിടുത്തെ കണ്ണിനെ സംബന്ധിച്ച്, അവിടുത്തെ നെറ്റിയെ സംബന്ധിച്ച്, അവിടുത്തെ കവിളിനെ സംബന്ധിച്ച്, അവിടുത്തെ ചുണ്ടിനെ സംബന്ധിച്ച്, അവിടുത്തെ മൂക്കിനെ സംബന്ധിച്ച്, അവിടുത്തെ കൈവിരലുകളെ സംബന്ധിച്ച്, അവിടുത്തെ കയ്യിനെ സംബന്ധിച്ച്, അവിടുത്തെ തോളിനെ സംബന്ധിച്ച്, അവിടുത്തെ നെഞ്ചിനെ സംബന്ധിച്ച്, അവിടുത്തെ കാലിനെ സംബന്ധിച്ച്, അവിടുത്തെ കാലിൻ്റെ അടിയെ സംബന്ധിച്ച്, അവിടുത്തെ മുടിയെ സംബന്ധിച്ച്, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒപ്പിയെടുത്ത് പറഞ്ഞ സ്വഹാബത്തിൽ അവർ പറഞ്ഞത് നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തൊന്നില്ലാത്ത ഇങ്ങനെ ഒരു ലോകം, മുത്തുനബിയെ പോലെ ഒരു വ്യക്തി ലോകത്തുണ്ടാകാൻ സാധ്യതയില്ല എന്ന് നാം ഉറപ്പിച്ച് പറയും. ആ രൂപത്തിലാണ് വ്യക്തമായ രേഖകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എവിടെന്നെങ്കിലും കേട്ടു പറഞ്ഞതല്ല, ഏതെങ്കിലും ആളുകൾ പറഞ്ഞതല്ല, വിശ്വസിക്കാൻ പറ്റിയ ആളുകളിലൂടെ മാത്രം റിപ്പോർട്ട് ചെയ്ത ചരിത്ര ഗ്രന്ഥങ്ങൾ. മുഹമ്മദ് നബി അങ്ങനെ ആയിരുന്നു എന്ന് ഇസ്ലാമിൽ പറഞ്ഞാൽ രേഖയാവുകയില്ല. പക്ഷേ ഒരു മനുഷ്യൻ്റെ എന്തെല്ലാം മേഖലകളുണ്ടോ, എന്തെല്ലാം മേഖലകൾ, അത് മുഴുവനും വ്യക്തി ജീവിതത്തിൽ ചെയ്യേണ്ടതും ഒഴിക്കേണ്ടതും, കുടുംബജീവിതത്തിൽ ചെയ്യേണ്ടതും ഒഴിക്കേണ്ടതും, സാമൂഹിക ജീവിതത്തിൽ ചെയ്യേണ്ടതും ഒഴിക്കേണ്ടതും ലക്ഷക്കണക്കിന് കാര്യങ്ങളുണ്ട്. അത് മുഴുവനും പറയാതെ അവിടുന്ന് പോയിട്ടില്ല. അവിടുത്തെ വാക്കുകളിൽ വ്യക്തമായി അതെല്ലാം കിടക്കുകയാണ്. ആ ഹദീസുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അതായിരുന്നു അവരുടെ ജോലി തന്നെ. അതൊരു പ്രത്യേക മനസ്സിൻ്റെ ഉടമകളായിരുന്നു സ്വഹാബിമാർ. ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അല്ലാഹുവിന് വേണ്ടി ഹൃദയശുദ്ധരായ ഒരു വിഭാഗത്തെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു മനുഷ്യരിൽ നിന്ന്. എന്നിട്ട് അവർക്ക് മുത്തുനബിയുടെ കൂടെ ജന്മം നൽകി. അവരാണ് സ്വഹാബിമാർ. അവർക്ക് തുല്യമായ ഒരു മനുഷ്യൻ നബിമാര് ശേഷം ഇല്ല എന്നതാണ് സത്യം. ജീലാനി തങ്ങൾ വലിയ മഹാനാണ്. സയ്യിദി റിഫായി തങ്ങൾ വലിയ മഹാനാണ്. സയ്യിദി മുഈനുദ്ദീൻ അൽ ജിസ്തി വലിയ മഹാനാണ്. സയ്യിദി അഹ്മദുൽ ബദവി വലിയ മഹാനാണ്. സയ്യിദി ഇബ്രാഹിം അദ്ദസൂഖി വലിയ മഹാനാണ്. സയ്യിദി
അബുൽ ഹസൻ ഷാദുലി വലിയ മഹാനാണ്. ബഹാവുദ്ദീൻ നക്സബന്ദി വലിയ മഹാനാണ്. അബുൽ നജീബ് സുഹ്റവർദി വലിയ മഹാനാണ്. ഷിഹാബുദ്ദീൻ സുഹ്റവർദി വലിയ മഹാനാണ്. ഈ മഹാനാണെന്ന് പറഞ്ഞ് നിർത്താൻ കഴിയുകയില്ല. അവരുടെ എല്ലാം എൽമിൻ്റെ ആഴം ചില്ലറയല്ല. ഒന്നായി കൂടിയാലും ഒരു സ്വഹാബിയുടെ സ്ഥാനത്തേക്ക് എത്തുകയില്ല. അപ്പോൾ ആ സ്വഹാബി ആരായിരിക്കും? മുത്ത് റസൂലുള്ളാഹിയുമായി അല്പനേരം ഒരുമിച്ച് കൂടിയാൽ ഉണ്ടാകുന്ന ആത്മീയമായ പരിവർത്തനമാണ് അതിന് കാരണമെന്ന് ഇമാമിങ്ങൾ പറയുന്നു. ഒരു സെക്കൻഡ് മുത്തുനബിയുമായി ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞാൽ പക്ഷെ പാകത വേണം, അതിനുള്ള പവർ വേണം, അതിനുള്ള പവർ ഉൾക്കൊള്ളാനുള്ള ഹൃദയം വേണം, ആത്മാവ് വേണം. ഒരു വിളക്ക് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിളക്കിൽ നിന്ന് തീ കൊളുത്തിയെടുക്കാനുള്ള വിളക്കിനിക്ക് വെള്ളം നിറച്ചാൽ അത് കത്തുകയില്ല, അല്ലെങ്കിൽ മണ്ണ് നിറച്ചാൽ അത് കത്തുകയില്ല. എന്നാൽ അതിലും എണ്ണയുണ്ടെങ്കിൽ തീ ആ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ നിന്ന് തീനെ കൊളുത്തിയെടുക്കാനുള്ള പാകതയുള്ള സ്വഭാവമുള്ളതാണ് എണ്ണ നനഞ്ഞ തിരിയുള്ള വിളക്ക്. ആ വിളക്ക് ആണ് സ്വഹാബിമാർ, പര്യാപ്തരായ ആളുകൾ. പര്യാപ്തനല്ലാത്തവൻ എവിടെ പോയിട്ടും കാര്യമില്ലല്ലോ, എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയാണ്. അവനതിൽ വലിയ രഹസ്യം വെച്ചിട്ടുണ്ട്, നാം അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള സ്വഹാബിമാർ 1,24,000 സ്വഹാബിമാരെ വാർത്തെടുത്തു അവിടുന്ന്. അതിൽ നിന്ന് ഒരു സ്വഹാബി മതി ഈ ലോകത്തിന് മൊത്തം വെട്ടം പകരാൻ, പ്രകാശം പകരാൻ. ഒരു സ്വഹാബി മതി. അത് ഏത് സ്വഹാബിയായാലും തിരക്കടില്ല. ഒരു സ്വഹാബി മതി ഈ ലോകത്തിന് പ്രകാശം നൽകാൻ. 1,24,000 അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിൽ വ്യത്യസ്ത തസ്തികകളിലുള്ളവരുണ്ട്. അതിലേറ്റവും ഉയർന്നവർ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്നതിൽ മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഫത്ഹുൽ മുഗീസിൽ അല്ലാമ സഹാവി രേഖപ്പെടുത്തുകയാണ്. തർക്കമില്ല അതിൽ. മുത്തുനബി കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായവർ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇതിൽ തർക്കം മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇല്ല. ഷിയാക്കളാണ് ഈ തർക്കം കൊണ്ടുവന്നവർ. അള്ളാഹു അവരുടെ അബദ്ധമായ ആശയങ്ങൾ വളരെ കൂടുതലാണ്. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഈ ആശയം. അള്ളാഹു അവരുടെ അബദ്ധത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷിക്കട്ടെ. ഒരു കാലത്ത് ഈ പ്രാർത്ഥന ഈ ദുആ ഇവിടെ ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മുടെ നാട് ഷിയ കാണാത്ത നാടായിരുന്നു, ഷിയായിസം അറിയാത്ത നാടായിരുന്നു. എന്നാൽ ഷിയായിസം ഇന്ന് സുന്നി പേരിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണെന്ന ദുഃഖം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സുന്നിയുടെ പേരിലാണെന്ന് ഷിയായിസം വിറ്റഴിക്കപ്പെടുന്നത്. സ്വഹാബത്തിനെ എതിർത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അവർ രണ്ടുപേരും ഉന്നതർ തന്നെ. അവരുടെ ഒരാളെക്കാണ് മഹത്വപ്പെട്ടതാണെന്ന് പറയുന്നതിൽ വ്യക്തമായ രേഖകളില്ല എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ ലോകപ്രസിദ്ധരായി മാറി. അവർ പല നാടുകളിൽ നിന്നും വെളുത്ത ഒരു ലോകമായിരുന്ന മലബാറിൻ്റെ മുഖത്തെ ആകെ കരിവാരി തേച്ചു. ഈജിപ്തിൽ നിന്നും ലബനാനിൽ നിന്നും യമനിൽ നിന്നും ഇറങ്ങി അവർ ഇതിനെല്ലാം കത്തിവച്ചു. അവരുടെ ഇന്ന് ഒരു സുന്നി ആണെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയോട് സ്വഹാബത്തിനെ പറ്റി നിനക്കുള്ള നിലപാടെന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് 3-4 അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അയാൾക്ക് അതിലൊരു പ്രത്യേകമായ നിലപാട്
ഉണ്ടാവുകയില്ല, ഉണ്ടാകാൻ ചാൻസ് കുറഞ്ഞു പോയി. അങ്ങനെയുള്ള അധ്യാപനത്തിൻ്റെ കാലങ്ങളായി മാറി. ഒരു നിലപാടില്ല. സ്വഹാബത്തിൽ ഒരു നിലപാടുണ്ട്, മലബാറിന് എല്ലാ വിഷയത്തിനും ഒരു നിലപാടുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളിലൂടെയും നിഷ്കളങ്കരായ പണ്ഡിതന്മാരിലൂടെയും കൈമാറി വന്ന ഒരു നിലപാട് ഈ മലബാറിനുണ്ടായിരുന്നു. ആ നിലപാട് ഈ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഉണ്ടായിരുന്നു. അതിനെല്ലാം കുഴച്ച് മറിച്ച് വല്ലാത്ത ഒരു വികൃതമായ മുഖത്തോടുകൂടെയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. സങ്കടം ആണ് ഈ വിഷയം. വായത്തുത്തബിജിയിൽ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഞാനിത് പല സ്റ്റേജുകളിൽ, എനിക്ക് കിട്ടുന്ന സ്റ്റേജുകളിലെല്ലാം പറയാറുണ്ട്. ഇതിൽ പണ്ഡിതന്മാർ ഇടപെട്ടേ പറ്റൂ. കഴിവുറ്റ പണ്ഡിതന്മാർ ആ കിതാബ് പരിശോധിക്കണം. ആരെല്ലാമാണ് അതിന് മുഖവരെഴുതിയെന്നും ആരെല്ലാമാണ് അതിന് തഖരീലുകൾ, അവതാരികൾ എഴുതിയതെന്നും കണിശമായി പരിശോധിച്ചില്ലെങ്കിൽ ഈ ഉമ്മത്ത് ഷിയായിസത്തിലേക്ക് പോകുന്നതാണെന്ന് ഒരു ചെറിയവന്റെ വാക്കായെങ്കിലും എടുത്തില്ലെങ്കിൽ അപകടമായിരിക്കും, അപകടമായിരിക്കും, അപകടമായിരിക്കും. കളിയായ ഒരു വിഷയം പോലെയായി പോയി നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ. ഒരു തമാശയായി, ഒരു തമാശ. വലിയ കെട്ടിടങ്ങൾ വേണം, വാണിജ്യങ്ങൾ വളരണം, ജീവിക്കണം. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ മതം ഇവിടുന്ന് ചോർന്നു പോകും, പാരമ്പര്യം ഇവിടുന്ന് ചോർന്നു പോകും. പാരമ്പര്യം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ തനിമ രൂപത്തിൻ്റെ പേരാണ് പാരമ്പര്യം. അതിന് സിറാത്തു മുസ്തഖീം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീൻ, സിറാത്തുൽ ലദീന അൻഅംത അലൈ മിനൽ അല്ലദീന, അങ്ങനെ ആയത്ത് ഓർമ്മയുണ്ടോ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വസ്സാലിഹീൻ. ഈ വഴി, ആ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. അതിനാണ് ഞാൻ പൈതൃകമെന്നും പാരമ്പര്യമെന്നും മലയാളത്തിൽ പറഞ്ഞത്. ആ വഴിയാണ് മലബാർ കണ്ടിരുന്നത്. ഇന്നലെ വരെ കണ്ടതായിരുന്നു. ഇന്നത് എന്തോ ആയി മാറിയിരിക്കുന്നു, എവിടെങ്കിലൊക്കെ ശേഷിക്കുന്നു എന്ന് മാത്രം. അതും വ്യത്യസ്തമായ മുഖത്തിലൂടെ പ്രകടമാകുമ്പോൾ അതും വേദനയിലാണുള്ളത്. സഹോദരങ്ങളെ, ഈ ആയത്തു തബിജീൽ എന്ന ഗ്രന്ഥവും അതിൽ പറയുന്ന അത് വായിച്ചവനാണ് ഞാൻ, അതെൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് ഷിയായിസത്തിന് തെറ്റില്ല എന്ന് മാത്രമല്ല, മഹ്മൂദ്, ഷിയ ആവുന്നത് അത് സ്തുത്യർഹമായ കാര്യമാണ് എന്നാണ്. അതിന് അവതാരിക എഴുതിയ വാനോളം പുകഴ്ത്തപ്പെടുന്നവരാണ് നമ്മുടെ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നത്. വേദനയല്ലേ ഇത് പൂഴ്ത്തി വെച്ചത് കൊണ്ട് ആർക്ക് വേണ്ടിയായിരിക്കണം ഇത് പൂഴ്ത്തിവെക്കുന്നത്? ആരെ പേടിച്ചാണ് ഇത് പൂഴ്ത്തിവെക്കുന്നത്? സ്ത്രീകളെ പുറത്തു കൊണ്ടുവന്ന് വ്യക്തമായ റോഡിലൂടെ കൊടിപിടിച്ച് നബിദിന റാലി നടത്തുന്ന ലബനാനി പണ്ഡിതന്മാരെ നാട്ടിൽ ഇറക്കി അവരെ കൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയിപ്പിക്കുകയോ? അവരാണോ സുന്നികൾ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ വലിയ ലോകം, ആ ലോകമാണ് ആദ്യത്തെ സൃഷ്ടി എന്നതിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ രണ്ടഭിപ്രായമില്ലായിരുന്നു. ഈ വിഷയത്തിൽ ഇമാം സുയൂത്തി കിതാബ് എഴുതിയിട്ടുണ്ട്, അയിമ്മത്തെ പലരും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാർ റഈസുൽ ഉലമയൊക്കെ എപ്പോഴും പറയുന്ന ആശയമാണിത്. നമ്മുടെ ഉസ്താദുമാരിൽ നമ്മൾ കേട്ടുപോകുന്നതാണ്. മുത്തുനബിയുടെ മുമ്പിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു നീണ്ട കവിത വരിയായിക്കൊണ്ട് പാടിയത് കാണാം. മുത്തുനബി തങ്ങൾ ഇത് അതിൽ റിപ്പോർട്ട് ചെയ്ത് കാണാം, പല കിതാബുകളിൽ റിപ്പോർട്ട് ചെയ്ത് കാണാം. അവ്വലുൽ ഖൽഖ് മുത്തുനബിയാണെന്ന ആശയം, ഈ ആശയം സ്വഹാബത്ത് മുത്തുനബിയുടെ മുമ്പിൽ പാടി പറഞ്ഞതാണ്. 4, 5, 6, 7, 8, 9, 10 കിതാബുകളിലല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ആ അവ്വലായ സൃഷ്ടിയായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ
ഇതിലൊരു തർക്കമില്ല. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ, തർക്കമില്ലാത്ത വിഷയമാണ്. നൂറിന്റെ ഹദീസിനെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്. ആ ഹദീസ് ഇമാമിങ്ങളാൽ അർപ്പിക്കപ്പെട്ട ഹദീസാണ്. ഹദീസിന്റെ സനദിന്റെ അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്, ഹദീസുമല്ല ഞാൻ പറഞ്ഞത്. മുത്തുനബി ആദ്യത്തെ സൃഷ്ടിയാണ് എന്നതിൽ മുസ്ലിമീങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല. അത് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ച കവിതകൾ മഹാനായ ഇബ്നു അൽ അസ്ഖലാനി തങ്ങൾ ഉദ്ധരിക്കുന്നു, മഹാന്മാരൊക്കെ ഉദ്ധരിക്കുന്നു. എത്ര കിതാബുകൾ ആ വിഷയത്തിൽ കാണാനുണ്ട്, വായിക്കാൻ കഴിയും. ആ ആശയം കഠിന വിരോധമായി ആദ്യത്തെ സൃഷ്ടി മുത്തുനബി അല്ല എന്ന് സമർത്ഥിക്കുന്ന ലബിനാനികളാണോ നമ്മുടെ നാട്ടിൽ സുന്നത്ത് പറയാൻ വരുന്നവർ? നൂറ് മുഹമ്മദി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊരു ആനന്ദമുണ്ട്. അർ-റൂഹുൽ മുഹമ്മദി എന്നാണ് എൻ്റെ ശ്രദ്ധയിൽ 6 ഇമാമിങ്ങൾ അതിനർത്ഥം പറഞ്ഞത്. ആദ്യമായി ഞാൻ അർത്ഥം പറഞ്ഞത് കണ്ടത് എൻ്റെ ഉസ്താദ് റഈസുൽ ഉലമാ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദാണ്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഹദീസിലും ഖുർആനിലും ഇത്ര ആഴമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു കഴിവുള്ള ഒരു പണ്ഡിതനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത്രയും ഗഹനമായി, അതും ഭാഷാ കഴിവ് ചില്ലറയല്ല. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നൂറ് മുഹമ്മദി പറയുമ്പോൾ അവിടത്തേക്ക് 100 നാവാണ്. അവിടുത്തെ വസീലത്തുൽ ആരിഫീൻ എന്ന സ്വലാത്തിന്റെ മുഖവരയിൽ അതിനെ സംബന്ധിച്ച് സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അന്നൂറുൽ മുഹമ്മദി അല്ലദീ ഹുവ അർ-റൂഹുൽ മുഹമ്മദി എന്നാണ് ഞാൻ ആദ്യമായി നൂറ് മുഹമ്മദിക്ക് റൂഹ് മുഹമ്മദി എന്ന അർത്ഥം കണ്ടത് എവിടെയാണ്. പക്ഷേ അതിനൊരു രേഖ ഉസ്താദ് പറഞ്ഞിട്ടില്ല, കണ്ടതല്ലാതെ പറയുകയുമില്ല. കണ്ടത് മുഴുവനും ഓർമ്മയിലുള്ളതെന്ന് പറഞ്ഞാൽ തെറ്റാവുകയുമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് ശൈഖുന ഉസ്താദ് അവർകൾ. ഉസ്താദ് അവർകൾക്ക് കേൾക്കുന്ന കാണുന്ന മുമ്പ് കിതാബിൻ്റെ ഇബാറത്തിൻ്റെ ആഴങ്ങളിലേക്ക് കണ്ണുപോകുന്ന പ്രകൃതിയുള്ളവരാണ്. വല്ലാത്ത കഴിവാണ്. സഹീൽ ബുഖാരിയൊക്കെ ആ വലിയ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഓതണം. അതുപോലെ തുഹ്ഫ പോലുള്ള കിതാബ് ആ മനുഷ്യൻ്റെ, ആ വലിയ മഹാന്റെ കയ്യിൽ നിന്ന് ഓതണം. അപ്പോഴേ വരികളുടെ ഉള്ളിലേക്കും ആഴത്തിലേക്കും ഇറങ്ങാൻ കഴിയുകയുള്ളൂ. മഹാനായ അബ്ദുൽ ഹമീദ് ഷെർവാനിയും ഇബ്നു ഖാസിമുൽ അബ്ബാദിയും ഉമറുൽ ബസരിയും ദാഗസ്ഥാനിയും എല്ലാം പറയുന്ന ഇബാറത്തുകൾ തുഹ്ഫക്കെതിരിൽ വരുമ്പോൾ അവിടുത്തെ ശൈലി, അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ ഹെഡിങ്ങുകൾ ഹദീസുമായി യോജിപ്പിക്കുന്ന വിഷയം പണ്ഡിതന്മാർക്ക് വല്ലാതെ അറിയുന്ന കാര്യമാണ്. അഥവാ യോജിപ്പിക്കാൻ വളരെ ആഴമായി ചിന്തിക്കേണ്ടി വരും. പെട്ടെന്ന് അതിൻ്റെ ബന്ധം പറയാൻ കഴിയുന്ന ഇത്ര കഴിവുള്ളൊരു മഹാൻ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയെ പോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. നൂറ് മുഹമ്മദിയെ പറ്റി ആദ്യമായി റൂഹ് മുഹമ്മദി എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഉസ്താദ് എഴുതിയത് കണ്ടു. പിന്നീട് ഞാൻ അയിമ്മത്ത് എഴുതിയത് എത്രയോ കണ്ടു. എന്നാൽ റൂഹ് മുഹമ്മദി എന്നല്ല അതിൻ്റെ അർത്ഥം. അത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തൊരു ലോകമാണെന്ന് ചില പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. രണ്ടും ഒന്നു തന്നെയാണ്. റൂഹ് മുഹമ്മദി ചിന്തിക്കാൻ കഴിയാത്തൊരു ലോകം തന്നെയാണ്. ആ നൂറ് മുഹമ്മദിയാണ്, അഥവാ മുത്തുനബിയുടെ ആത്മാവാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്, സ്വഹാബത്ത് മുഴുവനും. ഇത് കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പറയേണ്ട വേദിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, വിഷയം തന്നെ മാറിപ്പോകും. അത് ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് അബ്ദുല്ലാഹിൽ ഹററി എന്ന മനുഷ്യൻ മഖാലാത്തുൽ സുന്നിയ ഫിർറദ്ദി അല അഹ്മദ് ബിൻ തൈമിയ്യ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് വിറ്റഴിക്കപ്പെടുന്ന അവസ്ഥയിൽ നമ്മളെ നാട് വന്നാൽ എവിടെ എത്തി? അപ്പോൾ നൂറ് മുഹമ്മദിയെ സംബന്ധിച്ച് ഇന്നുള്ള ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ രണ്ട് ലോകമായി മാറി.
അതിൽ ഒരു കാഴ്ചപ്പാടില്ലാതെയായി, ഒരു പാരമ്പര്യ പൈതൃക വിശ്വാസമില്ലാതെയായി. അലി റളിയല്ലാഹു അൻഹു അവരെ കയ്യിൽ അബദ്ധം പറ്റിയിരിക്കുന്നെന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. അഖ്താ ഇബ്നു തൈമിയ്യ പരിശോധിച്ച് നോക്ക്. അയാൾ ഒരു സ്ഥലത്തൊന്നുമല്ല പറഞ്ഞത്. അയാൾ ഈ ദീനിൽ ചെയ്ത അപകടങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും കൂടുതലാണ്. സേവനങ്ങൾ വളരെ കൂടുതൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സേവനം ചെയ്തില്ലെങ്കിലും ജീവിച്ചില്ലെങ്കിലും തരക്കടില്ലായിരുന്നു. ചെയ്ത അപകടങ്ങൾ അത്രയും വലിയതാണ്. ഈ ഉമ്മത്തിൽ മുഅ്ലമുൽ ഉമ്മത്തിനെ കാഫിറാക്കിയ മനുഷ്യനാണ് ആ മനുഷ്യൻ. ആ മനുഷ്യന്റെ കഥ ഞാൻ ഇവിടെ പറയുന്നില്ല. ആ മനുഷ്യൻ അലി തങ്ങളെ വല്ലാതെ മോശപ്പെടുത്തുന്ന വാക്കുകൾ സ്വന്തം പറഞ്ഞത് അയാളുടെ ഗ്രന്ഥത്തിൽ നിന്ന് അഖ്താ ഇബ്നു തൈമിയ്യയിലേക്ക് പേജടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നോക്കാം, എൻ്റെ കയ്യിലുണ്ട് കിതാബ്. അങ്ങ് പറയുകയല്ല, ഇന്ന ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്ന വാക്കുദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ ഉദ്ധരിക്കുന്നത്, അതിൻ്റെ രചയിതാവ് ഉദ്ധരിക്കുന്നത്. അതിനെ എതിർത്തുകൊണ്ട് അല്ലാമ ഹററി എഴുതുന്ന മഖാലാത്ത് സുന്നിയയിൽ അലി തങ്ങളല്ല കുറ്റക്കാരൻ, മുആവിയയാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് മുആവിയ തങ്ങളെ ഭൗതികനും ദുന്യാപ്രേമിയുമായി വളരെ നീചമായ രൂപത്തിൽ ചിത്രീകരിച്ച മനുഷ്യനാണ് ഹബിഷി എന്ന് പറയുന്ന അല്ലാമ അബ്ദുല്ലാഹിൽ ഹററി എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനായി ലബനാനികൾ പൊക്കിപ്പറയുന്ന മനുഷ്യൻ. മുആവിയ തങ്ങളെ കുറ്റം പറയുന്നവർ ഈ സമൂഹത്തിൽ സുന്നി പേരിൽ വന്നു ചേർന്നു. അതും മലബാറിലേക്ക് അതിനെയും കൊണ്ടുവന്ന് കൊട്ടി, അതിനെയും സ്റ്റേജ് കൊടുത്തു, അവരെ കൊണ്ടും പ്രസംഗിപ്പിച്ചു. അവരെ ഗ്രന്ഥങ്ങളും വായിക്കാനും പഠിക്കാനും ഉപയോഗിക്കാൻ തുടങ്ങി. മുസീബത്തല്ലേ സംഭവിച്ചത്, മുസീബത്തല്ലേ സംഭവിച്ചത്. എന്തെല്ലാമാണ് സംഭവിച്ചത്. അല്ലാഹ് ഷിയായിസം ഇവിടെ പടർന്നു പിടിച്ചു. ഒരു സ്വഹാബിയെ ഏതെങ്കിലും ഒരുത്തൻ താഴ്ത്തുന്നതായി നീ കണ്ടാൽ ഫഅതഖിദ് അന്നഹു സിന്ദീഖുൻ, അവൻ മുഅ്മിനല്ല, അവൻ മുസ്ലിം വേഷധാരിയായ കപടനാണ്, അമുസ്ലിമാണെന്ന് നീ മനസ്സിലാക്കുക എന്ന് സഹീഹായ ഹദീസിൽ മഹാനായ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. ഇത് പറയുകയല്ലാതെ എന്ത് പറയാനാണ്. ആ പേരിൽ ഒരു സമൂഹം തന്നെ ഇറങ്ങി. സർക്കാർ ത്വരീഖത്ത് എന്നത്രയാ അയാളുടെ പേര്. മുആവിയ തങ്ങളെ സംബന്ധിച്ച് പറയാത്തതില്ല. സ്വഹാബിമാരെ സംബന്ധിച്ച് തൊടാൻ നമുക്ക് അവകാശമില്ല എന്ന് ഇമാം ഷാഫി തങ്ങൾ പറയുന്നു. അഹ്ലുസുന്നയുടെ മുഴുവൻ കിതാബുകൾ ഈ ചർച്ചയിൽ നിറച്ചിരിക്കുകയാണ്. ഇമാമത്തിന്റെ ബാബെടുത്ത് നോക്കിയാൽ അഖീദന്റെ കിതാബുകളിൽ നൂറുകണക്കിന് കിതാബുകൾ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അശായിറ, അശായിറ എന്ന് പറഞ്ഞാൽ മാതുരീദിയത്തും അശ്അരിയത്തിനും കൂടെ രണ്ടിനും കൂടെയുള്ള പേരാണെന്ന്, സാങ്കേതികമാണെന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അശായിറ, ഈ അശായിറത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും എഴുതിയ കാര്യമാണ് ഈ കാര്യം. പക്ഷേ ആരോട് പറയാൻ, ആരോട് ഈ സങ്കടം പറയാൻ? അപ്പോൾ നൂറ് മുഹമ്മദിയെ പറ്റിയുള്ള ചർച്ച, സ്വഹാബത്തിനെ താഴ്ത്തുന്ന ചർച്ച, അതേപോലെ അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ ദാത്തിന് 7 സിഫത്തുകൾ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിക്കൽ തുടങ്ങിയതാ. മാതുരീദി അശ്അരി കിതാബുകളിൽ അത് പറയാത്ത കിതാബുകളില്ല. സിഫാത്തുൽ മആനി വിശദീകരിക്കുകയല്ല, ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. സിഫാത്തുൽ മആനി 7 എണ്ണമായി അശ്അരിയത്ത് പറയുമ്പോൾ അത് 8 എണ്ണമാണെന്ന് മാതുരീദിയത്ത് പറയുന്നു. ചർച്ച വിശാലമാണ്. ആ ചർച്ചക്ക് നമുക്ക് കഴിയാത്തത് കൊണ്ടല്ല. അത് പറയാത്ത ഇമാമിങ്ങൾ അശ്അരിയത്തിലും മാതുരീദിയത്തിലും ഇല്ല. അതിൽ ഇത്തിഫാഖാണ്, തർക്കമില്ലാത്തവരാണ്. സ്വഹാബത്ത് അതിൽ തർക്കിച്ചിട്ടില്ല. ആ മആനിയായ സിഫത്തുകൾ ആദ്യമായി നിഷേധിച്ച് ഫൽസഫ തലയിൽ കയറി ഫൽസഫയുടെ പാല് കുടിച്ച് വളർന്ന ഫിലോസഫി അധ്യാപനങ്ങൾ തലയിൽ കയറിയ ചില ഭൗതികന്മാർ, അവരാണ് മുഅ്തസിലത്ത് എന്ന് പറയുന്ന ആളുകൾ. വലിയ ബുദ്ധിമാന്മാരായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടും അവർ.
ആണ് ഈ സിഫത്തുകൾ ആദ്യമായി നിഷേധിച്ച ആളുകൾ. അവർക്ക് മുഅത്തിലത്ത് അല്ലെങ്കിൽ മുഅത്തിലത്ത് എന്നാണ് പറയുക. അള്ളാഹുവിൻ്റെ മഹത്തായ ദാത്തിനിക്ക് 7 സിഫത്തുകൾ ഇല്ല അല്ലെങ്കിൽ 8 സിഫത്തുകൾ ഇല്ല എന്ന് പറയുന്ന വിഭാഗം. ആ മുഅ്തസിലത്തിൻ്റെ ആശയം ഇന്ന് സുന്നി മനസ്സുകളിൽ കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല, അതിൽ ഒതുങ്ങിപ്പോയോ എന്ന് വേദനയോടുകൂടെ ഓർക്കുകയാണ്. ചില ദർസുകളിലും ചില പണ്ഡിതന്മാരും അള്ളാഹുവിൻ്റെ ദാത്തിന് അങ്ങനൊരു സിഫത്തുകളിൽ ഇല്ല എന്ന് പറയുന്ന മുഅ്തസിലത്തിൻ്റെ ആശയം പറയാൻ തുടങ്ങി. അത് ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി. സമർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്ന് തഖലീദ് ചെയ്തുകൊണ്ട് വിശ്വസിച്ചുകൂടെ? അതിനുപോലും അവർക്ക് ഒഴിവ് കിട്ടിയില്ല. അയിമ്മത്തിനെ അവർ കണ്ടില്ല എന്ന് നടിച്ചു. അവരുടെ ബുദ്ധി കൊണ്ട് അവരിത് സമർത്ഥിക്കാമെന്ന് അവർക്ക് തോന്നി. പള്ളി ദർസുകളിൽ അവിതർക്കിതമായി പാഠ്യപദ്ധതിയായി പോന്നിരുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മുല്ല ഹസൻ. ഞാൻ ആ ഗ്രന്ഥത്തെ വല്ലാതെ പരിഗണിക്കുന്ന ആളാണ്. എന്നലക്ക് ബുദ്ധി വികസിക്കാനും ബുദ്ധിപരമായ കാര്യങ്ങൾ സമർത്ഥിക്കാനും പ്രാക്ടിക്കൽ കിട്ടാൻ പറ്റിയ, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് മുല്ല ഹസൻ. എത്രയോ തത്വങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഖാലി അതിൽപ്പെട്ടതാണ്, ഹംദുല്ല അതിൽപ്പെട്ടതാണ്. പക്ഷെ ആ 3 ഗ്രന്ഥങ്ങളും വിശ്വാസം പഠിപ്പിക്കേണ്ട ഗ്രന്ഥങ്ങളല്ല. അഹ്ലുസുന്നയുടെ അഖീദക്കെതിരിൽ കഠിനമായ ആശയങ്ങൾ, 4 ആശയങ്ങൾ അതിൻ്റെ ഉള്ളിൽ വളരെ വിഷത്തോടുകൂടെ ചേർത്ത് വെച്ചത് നാം മനസ്സിലാക്കണം. അത് വ്യക്തമായി നാം വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയായിരുന്നു കഴിഞ്ഞുപോയ ഉസ്താദുമാർ. എൻ്റെ ഉസ്താദ് വൈലത്തൂർ ഉസ്താദ് അങ്ങനെയായിരുന്നു ആ കിതാബ് നമ്മൾക്ക് ഓതി തന്നത്. അത് ബുദ്ധി വികസനത്തിനുള്ളൊരു ഗ്രന്ഥം മാത്രമാണ്. അത് വിശ്വാസം പറയേണ്ട ഗ്രന്ഥമല്ല. വിശ്വാസം പറയേണ്ടത് മാതുരീദിയത്തും അശ്അരിയത്തുമാണ്. അവർ പറഞ്ഞതിൻ്റെ കഠിന വിരോധമായി ഒരു ബുർഹാൻ സമർത്ഥിക്കാതെ സഫ്സത്തിയായ സംസാരത്തിൽ മാത്രം ഒതുങ്ങിയ വാക്കുകളാണ് അയാളുടെ വാക്കുകൾ. അത് സമർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, പറയുന്നത് കേട്ടുപോരുന്ന ഒരു കാലമായി മാറി. അത് അള്ളാഹുവിനെ ഇൽമ് എന്ന് പറയുന്ന വിശേഷണം അവിടുത്തെ അള്ളാഹുവിൻ്റെ മഹത്തായ അസ്തിത്വത്തെക്കാൾ, ദാത്തിനേക്കാൾ, സത്തയേക്കാൾ കൂടുതലായ ഒന്നാണെന്ന് എല്ലാ അശ്അരി മാതുരീദി ഗ്രന്ഥങ്ങളിലും സമർത്ഥിക്കുമ്പോൾ അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ ദാത്ത് മുഖദ്ദസ മാത്രമേ ഉള്ളൂ എന്ന് സമർത്ഥിക്കാൻ ഉപയോഗിച്ച ഒരു ബുർഹാൻ കാണിച്ചു തരാൻ കഴിയുകയില്ല. സഫ്സത പറഞ്ഞുകൊണ്ട്, പൊട്ടീസ് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അഖില് കുറഞ്ഞവനെ തകർക്കുന്ന രൂപത്തിലുള്ള ശൈലികളാണെന്ന് പഠിപ്പിക്കാൻ ഒഴിവില്ലെങ്കിൽ ആ കിതാബ് ദർസ് നടത്താതിരിക്കലാണ് നല്ലത്. നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മളത് പഠിപ്പിച്ചാണ് വിട്ടത്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വല്ലാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഷിയായിസം പകരുന്നു, പടർന്നു പിടിക്കുന്നു. മുഅ്തസിലിസം പടർന്നു പിടിക്കുന്നു. നൂർ മുഹമ്മദിക്കെതിരിൽ സംസാരിക്കുന്നു. അങ്ങനെ ഇസ്തിഗാസക്കെതിരിൽ സംസാരിക്കുന്നു. വലിയുദ്ദീൻ ഇറാഖിയിലേക്ക് ചേർത്ത് ഇസ്തിഗാസ ഗുണമില്ലാത്ത കാര്യമാണെന്ന് വരെ കണ്ടെത്തിയ കാലം. വലിയുദ്ദീൻ ഇറാഖിയുടെ സ്ഥാനവും ബഹുമാനവും 100% വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കട്ടെ. ഇസ്തിഗാസക്കെതിരിൽ വലിയുദ്ദീൻ തങ്ങൾ പറഞ്ഞ രേഖ ഷിർക്കാണെന്നോ കുഫറാണെന്നോ പറയുന്നില്ല, അത് സത്യമാണ്. അത് വാദിക്കുന്നതും കേട്ടിട്ടില്ല. പക്ഷേ അത് നല്ലതല്ല എന്ന് പറയുമ്പോൾ അതിന് പറഞ്ഞ രേഖ ഇജ്മാഇന്റെ ഹർക്കായ രേഖയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയത് വല്ലാത്ത ദുഃഖമാണ്. മഹാനായ തഖീദ്ദീൻ സുബ്കി തങ്ങൾ ആരായിരുന്നു? തഖീദ്ദീൻ സുബ്കി തങ്ങൾ, ഇബ്നു ആബിദീൻ തങ്ങൾ പറയുന്നു, തഖീദ്ദീൻ സുബ്കിയെ സംബന്ധിച്ച് പല മഹത്വങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ അവരെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് അൽ മുജദ്ദിദ് എന്നാണ്. വലിയ ആഴമുള്ള പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ് തഖീദ്ദീൻ സുബ്കി തങ്ങൾ.
ജമ്മുൽ ജവാമീന്റെ രചിതാവായ താജുദ്ദീൻ സുബ്കി തന്നെ അവിടുത്തെ ഉപ്പയായ തഖീദ്ദീൻ സുബ്കിയെ സംബന്ധിച്ച് പറയുന്നത് കേട്ടാൽ വല്ലാതെ നമുക്ക് മനസ്സിലാകും. ആ വലിയ മഹാനെ സംബന്ധിച്ച് ഇബ്നു ആബിദീൻ തങ്ങൾ പറഞ്ഞത് എന്താണ്? 4 മദ്ഹബിന്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും നഷ്ടപ്പെട്ടു പോയാൽ, ആ നഷ്ടപ്പെട്ടു പോയത് മുഴുവനും ലഅംലാഹു മിൻ സദ്രിഹി, 4 മദ്ഹബിന്റെ നഷ്ടപ്പെട്ട മുഴുവൻ അടിസ്ഥാന തത്വങ്ങളും മസ്അലകളും ബഹുമാനപ്പെട്ട തഖീദ്ദീൻ സുബ്കിയുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു തരാൻ കഴിയും. അത്രയും ഗഹനമായി, അത്രയും ആഴമായ അറിവുള്ള തഖീദ്ദീൻ സുബ്കി പറയുന്നു, ഇബ്നു തൈമിയയാണ് ആദ്യമായി ഇസ്തിഗാസയെ എതിർത്തത്. ഈ ഉമ്മത്തിൽ ആദ്യമായി തവസ്സുലിനെ എതിർത്തത്. തഖീദ്ദീൻ വലിയുദ്ദീൻ തവസ്സുലിനെ എതിർക്കുന്നില്ല, സിയാറത്തിനെ എതിർക്കുന്നില്ല. പക്ഷേ യാ ഫുലാൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതിന് പറഞ്ഞ രേഖ അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല എന്നാണല്ലോ എന്നാണ്. അങ്ങനെ ഒരു കായിദ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞിട്ടില്ല. അത് ഇബ്നു തൈമിയയുടെ കായിദയാണ്. ആ കായിദ ഇജ്മാഇനെതിരാണ്. മുസ്ലിം ഉമ്മത്തിന്റെ അമലുകൾക്കും അവരുടെ ജീവിതത്തിനും മുത്തുനബിയുടെ സുന്നത്തിനും അവിടുത്തെ അധ്യാപനത്തിനും ഘടകവൈരുദ്ധ്യമായ ആശയമാണ് എന്ന് മനസ്സിലാക്കാൻ ഒഴിവില്ലാതെ ആ അബദ്ധമായ ആശയത്തിൽ ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞു എന്ന നിലക്ക് അതിനെ തുടരുന്നെങ്കിൽ വല്ലാത്ത മുസീബത്തിലേക്ക് എത്തി. ഇസ്തിഗാസയെ എതിർക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മറ്റെന്തോ ആക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തെത്തിപ്പെട്ടു. ഇത് ഈ രൂപത്തിൽ പോയാൽ സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നാം മുത്തുനബിന്റെ മദ്ഹിലാണുള്ളത്. എല്ലാം അവിടുത്തെ മദ്ഹ് തന്നെയാണ്. അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞത് അവിടുത്തെ ഹദീസുകൾ എത്രയാണ് സുബ്ഹാനല്ലാഹ്. ആ ഹദീസുകൾ മുഴുവനും നമ്മുടെ കയ്യിലെത്തിയിട്ടില്ല. ബുഖാരി ഷരീഫിലുള്ളത് 7000 ചില്ലാനം ഹദീസാണ്. 7000 ചില്ലാനം ഹദീസിൽ 4000 ചില്ലാനം ആയിത്തീരുന്നു ആവർത്തനം ഒഴിവാക്കിയാൽ. അത്രേ അതിലുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ദീൻ സ്ഥിരപ്പെടുമോ? കുടിലുകൊട്ട് തൊട്ട് കൊട്ടാരം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും എല്ലാ ഒരു മനുഷ്യൻ, വ്യക്തി, കുടുംബ, സമൂഹ ജീവിതത്തിൽ, ഭരണരംഗത്തുമെല്ലാം എവിടെ എന്ത് പ്രശ്നമുണ്ടോ അതിന് മുഴുവനും എന്തെല്ലാം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം, ആ ആശയം വ്യക്തമായി എഴുതപ്പെട്ട 4 ഇമാമിങ്ങളുണ്ട്. വ്യക്തമായി എഴുതിയ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, മഹാനായ മാലിക് ബിൻ അനസ് അൽ ഇസ്ബഹി റളിയല്ലാഹു അൻഹു, മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റളിയല്ലാഹു അൻഹു. ഈ 4 ഇമാമിങ്ങൾ സ്വഹാബത്തിനെ അറിയാത്തത് കൊണ്ടല്ല. ഈ 4ഉം 400ഉമല്ല ഉള്ളത്. പക്ഷേ വ്യക്തമായി എഴുതിയവർ 4 ഉള്ളൂ. നമുക്ക് ആ ഹദീസുകൾ, ദീനിന്റെ മുഴുവൻ ആശയങ്ങളും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയിരിക്കുന്നു. ഇത് ഞാൻ പറയുകയല്ല. അല്ലാമ ഇബ്നു തൈമിയ അയാളുടെ റഫ്ഉൽ മലാം അനിൽ അയിമ്മത്തിൽ അഅ്ലാം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. ഫകാനത്ത്, അവരിലേക്ക് എത്തിയ ഹദീസുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി. എത്രയോ നഷ്ടപ്പെട്ടു പോയി ഇമാമിങ്ങൾക്ക് കിട്ടിയ. ഇന്നുള്ള മുതഅല്ലിമീങ്ങളുടെ സ്വഭാവം എന്താണ്? ആ അതിന് ഹദീസ് വല്ലത്തും തെളിവുണ്ടോ? ഹദീസ് തെളിവുണ്ടോ? ആയത്ത് തെളിവുണ്ടോ? കുഞ്ഞു മക്കൾ, എന്നെ പോലത്തെ കുഞ്ഞു മക്കൾ അറിവിന്റെ രംഗത്ത് കുറെ പ്രായമായതുകൊണ്ടായില്ല, അറിവിന്റെ രംഗത്ത് കുഞ്ഞുങ്ങളായ നമ്മളെപ്പോലുള്ളവർ ചോദിക്കുകയാണ് ഷാഫി ഇമാമിനോട് തെളിവുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇബ്നു തൈമിയ അതിന് മറുപടി പറയുന്നു റഫ്ഉൽ മലാം അനിൽ അയിമ്മത്തിൽ അഅ്ലാം എന്ന ഗ്രന്ഥത്തിൽ. ഇന്നുള്ള കിതാബുകളിൽ, ലോകത്ത് കിട്ടിയ ഹദീസിന്റെ കിതാബുകൾ മുഴുവനും, ബുഖാരി അടക്കം ആ കിതാബുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയ ആശയങ്ങൾ മുഴുവനും, ആ കിതാബുകളിലുള്ള ഹദീസുകൾ മുഴുവനും കഴിഞ്ഞുപോയ അയിമ്മത്തിനറിയാം. അതിന്റെ ഇരട്ടിയും അവർക്കറിയാം. ഫകാനത്ത് ദവാവീനുഹും സുദൂറഹും, അവർ എഴുതി വെക്കലല്ല, അവരുടെ നെഞ്ചിലായിരുന്നതുണ്ടായിരുന്നത്. അത് മുഴുവനും നമുക്ക് നഷ്ടപ്പെട്ടു. 1,00,000 ഹദീസ് കാണാതെ അറിയുന്ന, 10,00,000 ഹദീസ് കാണാതെ അറിയുന്ന, 1,00,000 ഹദീസ് കാണാതെ അറിയുന്ന മഹാനായ ഹഫീദുസ് സുയൂത്തി, 3,00,000 ഹദീസ് കാണാതെ അറിയുന്ന ഇമാം ഹാക്കിം തങ്ങൾ,
മൂന്നും നാലുമല്ല ലക്ഷങ്ങളോളം കാണാതെ അറിയുന്ന ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരുള്ള അബൂ ഹമദ് അൽ ഗസാലി തങ്ങൾ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ആ മഹാന്മാർ അവര് തന്നെ ഒരു ഇമാമിന്റെ കീഴിൽ നിൽക്കുകയാണ്. കാരണം മതം കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഹദീസിൽ നിന്ന് മസ്അലകൾ മുഴുവനും എഴുതി വച്ച് ഓരോന്നിന് അടിസ്ഥാന തത്വങ്ങളടക്കം എഴുതി വെച്ചവർ 4 ഇമാമിങ്ങൾ മാത്രമുള്ളൂ. അതുകൊണ്ടാണ് അവരെ വഴിയിൽ തുടരുകയില്ലാതെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ആ വഴിക്ക് നമ്മൾ തുടരുന്നത്. ഓരോന്നിന് ചോദ്യം ചെയ്യാണ്. ഒരു മസല എടുത്തിട്ട് ചോദ്യം ചെയ്യാൻ എന്താ തെളിവ്, എന്താ തെളിവ്, എന്താ തെളിവ്, ഇതാണെന്ന് വഹാബി കൊണ്ടുവന്നത് ആ സ്വഭാവം. ആ സ്വഭാവം ഇന്ന് സുന്നികളുടെ നിത്യസ്വരമായി മാറി. അതും എന്നെപ്പോലുള്ള ചെറിയ കുട്ടികൾ, ഇൽമിന്റെ രംഗത്ത് ചെറിയ കുട്ടികൾ, പ്രായമായതുകൊണ്ടും ദർസ് നടത്തിയതുകൊണ്ട് മാത്രമായില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും എന്ന് അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവർ ഏത് വഴിയാണോ കാണിച്ചു തന്നത് ആ വഴിയെ വ്യക്തമായി പഠിച്ച് ഹദീസുകളും ഖുർആനുകളും പഠിച്ച് ദീന് മുഴുവനും എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ വിഷയത്തിൽ ആരും കൈവെക്കേണ്ട ആവശ്യമില്ല. ഇനി ആ വിഷയത്തിൽ ഒരാൾ തെളിവ് ചോദിക്കേണ്ട ആവശ്യമില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ വ്യക്തമായി അതിനെ രേഖ പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചു കഴിഞ്ഞുപോയി. ഇനി ആ വിഷയത്തിൽ ആരും കൈയിടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്. എല്ലാം പറഞ്ഞാണ് ഇവിടുന്ന് പോയത്, എല്ലാം പൂർത്തിയാക്കിയാണ് ഇവിടുന്ന് പോയത്. ഇനി ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. ആ വഴിയെ നമ്മെ നടത്താൻ 4 മദ്ഹബിനല്ലാതെ കഴിയുകയുമില്ല. എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ സിദ്ദീഖ് തങ്ങൾ, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ, വേറെ ഏതെങ്കിലും സ്വഹാബികൾ എല്ലാം എഴുതി വെച്ചതായി സമർത്ഥിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല, ആർക്കും കഴിയില്ല. എന്നാൽ മുഴുവനും എഴുതി വെച്ചു. ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇജ്മാഇൽ നിന്നും ഖിയാസിൽ നിന്നുമായി, അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഖുർആൻ സുന്നത്തിനായി എഴുതി വെച്ച് രേഖാമൂലം അതിനെ മുഴുവൻ സമർത്ഥിച്ച് ഈ ലോകത്തോട് പിരിഞ്ഞ ആ വലിയ 4 ലോകം അബൂ ഹനീഫ തങ്ങളാണ് അതിൽ ഏറ്റവും ഉയർന്നവർ, ഇൽമിലും എല്ലാ വിഷയത്തിലും ഉയർന്നവർ. അവർ തൊട്ട് താഴെയാണ് ഇമാം മാലിക് തങ്ങൾ, അവരെ താഴെയാണ് ഷാഫി തങ്ങൾ, അവരെ താഴെയാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ഇത് സമർത്ഥിക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മഹാന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, ആ നൂറാണ് ആദ്യത്തെ സൃഷ്ടി. ആദ്യത്തെ സൃഷ്ടി നൂറ് മുഹമ്മദി മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ആത്മാവിനെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്. ഇത് വിശ്വസിച്ചേ പറ്റൂ. സ്വഹാബത്ത് വിശ്വസിച്ചതാണിത്, താബിഈങ്ങൾ വിശ്വസിച്ചതാണിത്. ഇതിൽ തർക്കം ഉദ്ധരിച്ചത് കാണാൻ കഴിയില്ല. ഇന്നതിൽ തർക്കിക്കുന്നുണ്ടോ? അതിനർത്ഥവുമില്ല. അങ്ങനെ മുത്തു റസൂലുള്ളാഹി തങ്ങളാണ് ആദ്യത്തെ സൃഷ്ടി. ആ സൃഷ്ടിയിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാം മലക്കുകളെയും എല്ലാവരെയും അള്ളാഹു സൃഷ്ടിച്ചത്. അള്ളാഹുവിന് നേരിട്ട് സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് അല്ല, പക്ഷേ മനുഷ്യകോലത്തിൽ ജനിച്ച ആ കാലത്തിനാണ് നമ്മൾ അവസാനത്തെ നബിയായി വന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ താല്പര്യം അതാണ്. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട നബി തങ്ങളാണ്. ഖിതാമു ജമീൽ ഖൽഖി, പിന്നെ ഖിതാമു ജമീൽ അംബിയാഇ മുഹമ്മദു വയൗമ ഖിയാമിൻ നാസി യുബ്ആസു അവ്വലു. അതല്ല വേറൊരു വരി ഉണ്ടല്ലോ, ഓർമ്മണ്ടോ? എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലാണ് ആദ്യത്തെ സൃഷ്ടി. അവസാനമായിട്ടാണ് നബി തങ്ങൾ വന്നതെങ്കിലും ആദ്യമായി അള്ളാഹു തആല പടച്ചത് മുത്തുനബിയെയാണ് എന്നാണ് ആ ബൈത്തിൻ്റെ ആശയം. ഇത് പറയാത്ത സ്വഹാബികളില്ല, പാടാത്ത സ്വഹാബികളില്ല. വേണമെങ്കിൽ അതൊക്കെ ഓരോന്നോരോന്ന് സമർത്ഥിക്കാൻ പറ്റിയ വേദികളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ആദ്യമായി അല്ലാഹു തആല പടച്ചത് മുത്തുനബിയാണ്. നൂറൻ കതാഊസിൻ ബദാ ഖബ്ല അദ്ദഹർ
ഫി ദുർറത്തിൻ ബൈളാ ഫി അസ്ഫസ്സുവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആത്മാവിനെയാണ് ആദ്യമായി പടച്ചത്. ഇബ്നു അദി അവരുടെ കാമിലിൽ ഉദ്ധരിക്കുന്ന ഹദീസ് സൂറത്ത് മൗലിദ് മങ്കൂസിൽ കാണാം, മൗലിദ് ഷറഫുൽ അനാമിൽ കാണാം, മറ്റു പല മൗലിദുകളിലും അത് ഉദ്ധരിക്കാറുണ്ട്. മൗലിദ് ദൈബഗയിൽ കാണാം. ഇബ്നു അദി കാമിലിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ആദ്യമായി പടച്ചത് മുത്തുനബിയുടെ നൂറാണ്. ആ നൂറിൽ നിന്നാണ് എല്ലാം പടച്ചത്. വടുക്കിണിയത്ത് മൊല്ലാക്കയുടെ അഥവാ അരീക്കാട് മൊല്ലാക്കയുടെ പാട്ടിൽ കാണാം, മയൂരെ മൈനുണ്ട് നായനെ പോറ്റിയ ദൂതപ്പാതിനബിയിൽ. മയൂരമായി മയിലിൻ്റെ രൂപത്തിൽ അല്ലാഹു തആല പടച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെ പടച്ചിട്ട് ആ സൃഷ്ടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ആത്മാവിനെ ആ സൃഷ്ടിയിൽ വെച്ചു. ആ ആത്മാവിനെ ആ മയിലിൻ്റെ രൂപത്തിലുള്ളതിൽ വെച്ചു. അങ്ങനെ ലക്ഷക്കണക്കിന് കൊല്ലം ആ മയിലിൻ്റെ രൂപത്തിൽ അത് സ്വലാത്ത് ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, തക്ബീർ ചൊല്ലി. ആദ്യം തസ്ബീഹ് ചൊല്ലിയവർ, ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാരാണ്? നബിയുനാ റസൂലുള്ളാഹി. ആദ്യത്തെ മുവഹിദാരാണ് മനുഷ്യരിൽ നിന്ന്? നബിയുനാ റസൂലുള്ളാഹി. ആദ്യത്തെ മുഅ്മിനാരാണ് മനുഷ്യരിൽ നിന്ന്? നബിയുനാ റസൂലുള്ളാഹി. ആദ്യം സുജൂദ് ചെയ്തവരാരാണ്? നബിയുനാ റസൂലുള്ളാഹി. ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെ നേതാവാരാണ്? നബിയുനാ റസൂലുള്ളാഹി. എല്ലാ അമ്പിയാക്കൾക്കും വിശ്വസിക്കൽ നിർബന്ധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ മലക്കുകൾക്കും വിശ്വസിക്കൽ നിർബന്ധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിൽ നിന്ന് ഒരു സൃഷ്ടിയും ഒഴിവില്ല. അല്ലാഹു തആല തക്ലീഫ് കൊടുത്ത, ബുദ്ധി കൊടുത്ത ഏത് സൃഷ്ടിയുണ്ടോ ആ സൃഷ്ടി മുഴുവനും ഇത് വിശ്വസിച്ചേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് മുത്തുനബിയെയാണ്. അതിനുശേഷം അവരിൽ നിന്ന് പടച്ചതാണ് മറ്റു സാധനങ്ങളെ. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത് അല്ലാഹു എന്ന ആദ്യം തുടക്കമില്ലാത്ത ഒരുത്തനാണ് അല്ലാഹു. ആ അല്ലാഹുവിൽ നിന്ന് മുത്ത് റസൂലുള്ളാഹി തങ്ങളെ പടച്ചത് അല്ലാഹുവിൻ്റെ ബഹുമാനിക്കപ്പെടുന്ന അല്ലാഹുവിൻ്റെ നൂറിൽ നിന്നാണെന്ന് ഹദീസിൽ കാണാം. അത് കണ്ടിട്ട് ചില ആളുകൾ മനസ്സിലാക്കി അല്ലാഹു തആലയുടെ ദാത്തിൽ അല്ലാഹുവിൻ്റെ സത്തയിലുള്ള നൂറിൽ നിന്നാണ് പടച്ചത് എന്ന് മനസ്സിലാക്കി. അത് വലിയ തെറ്റാണ്. അത് കുഫ്രിയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ആശയമാണ്. നബി തങ്ങൾ ഖദീമുമല്ല ഹാദിസുമല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കെത്തി. നബി തങ്ങൾ 100 ഹാദിസാണ്, ഇല്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടവരാണ്. നബി തങ്ങൾ സൃഷ്ടിയാണ്. സൃഷ്ടാവിൻ്റെ ഒരു സ്വഭാവവും നബി തങ്ങൾക്കില്ല. അള്ളാഹുവിൻ്റെ സ്വഭാവം ഒരു സൃഷ്ടിക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല, കൊടുക്കൽ സാധ്യതയുമില്ല, ബുദ്ധി അതിനെ സമ്മതിക്കുകയുമില്ല. ഞാനതിലേക്ക് പോകുന്നില്ല. ഈ വിശ്വാസം പകരുന്നത് സൂക്ഷിക്കണം. ഈ വിശ്വാസം ഇന്ന് ചിലരിലൊക്കെ വന്നുകൂടിയിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂല് ഖദീമുമല്ല ഹാദിസുമല്ല. ലോകത്ത് 3 അർത്ഥത്തിലാണ് നമ്മുടെ മനസ്സിൽ വരുന്ന സാധനങ്ങൾ 3 രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ഉണ്ടായേ പറ്റൂ, അതിന് വാജിബെന്ന് പറയും. ഒന്ന് ഇല്ലാതിരുന്നേ പറ്റൂ, അതിന് മുഹാൽ എന്ന് പറയും, മുസ്തഹീൽ എന്ന് പറയും, മുംതനി എന്ന് പറയും. ഒന്ന് ഉണ്ടാവുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം, അതിന് മുംകിൻ എന്ന് പറയും. ഞാൻ ആ സാങ്കേതികത്തിലേക്ക് പോകുന്നില്ല. അതിൽ മുംകിൻ എന്ന് പറയുന്ന കൂട്ടത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. അതിൽ വാജിബ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ് അള്ളാഹു ഉള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിയാണ്. അള്ളാഹുവോ അള്ളാഹുവിൻ്റെ സിഫത്തോ അല്ല മുത്തുനബി തങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. ഒരു സ്വഭാവവും അള്ളാഹുവിൻ്റെ സ്വഭാവം ഒരു സൃഷ്ടിക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല, കൊടുക്കുമെന്ന് വിശ്വസിക്കാനും പാടില്ല. അത് മുത്തുനബിക്കും കൊടുത്തിട്ടില്ല. പക്ഷേ മുത്തുനബിക്ക് അല്ലാഹു തആല അള്ളാഹുവിൻ്റെ പേരുകളിൽ നിന്ന് 72ഓളം പേരുകൾ കൊടുത്തിരിക്കുന്നു.
രണ്ടർത്ഥത്തിനാണ്, 100 രണ്ടർത്ഥത്തിനാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ ഇമാം സിയൂത്തി തങ്ങൾ അവിടുത്തെ അൽ ഖസായിസുൽ കുബറായിൽ പറയുന്നു, മുത്ത് റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല 72 പേര് കൊടുത്തിരിക്കുന്നു. അതിൽ ഇമാം സിയൂത്തി ആദ്യമായി എണ്ണിയത് അഹദ് എന്ന പേരാണ്. അഹദ്, ആ തുല്യതയില്ലാതെ അല്ലാഹു തആല പടച്ച വ്യക്തി. അല്ലാഹു തആല അഹദാണ്. അല്ലാഹു തആല അഹദാണ്. അള്ളാഹുവിൻ്റെ നാമമാണ് അഹദ്. എന്നാൽ സൃഷ്ടികളിൽ അഹദ് എന്ന് പറയപ്പെടുന്ന ഘട്ടങ്ങളുണ്ട്. അതിൽ മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും വന്ന പേരുകൾ മാത്രം ഉദ്ധരിക്കുമ്പോൾ അഹദ് എന്ന പേര് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ഖസായിസിൽ എഴുതുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ മുത്തുനബിൻ്റെ പേരുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരുകൾ മിനൽ അഹാദീസി മിനൽ ഖുർആനി വൽ അഹാദീസി വൽ കുതുബിൽ ഖദീമ, ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമായി കിട്ടിയ ഗ്രന്ഥങ്ങളിൽ നിന്നുമായി 840-ലേറെ പേരുകൾ ഞാൻ കണ്ടെത്തി. അതെല്ലാം ഞാനൊരു ഗ്രന്ഥമായി രചിച്ചിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പേരുകൾ എത്രയാണല്ലോ. ആ പേരിലുള്ള ഒരു പേരാണ് ഗഫൂർ എന്ന പേര്. നബിയോടൊന്ന് പൊറുക്കലിനെ തേടുമ്പോഴേക്കും കാഫിറായി പോയി എന്ന് പറയുന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ്. അത് ഗുണമില്ല എന്ന് പറയുന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ്. ഇതൊന്നുമല്ലായിരുന്നു മുസ്ലിമീങ്ങളുടെ വിശ്വാസവും ആചാരവും ഉണ്ടായിരുന്നത്. ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ് രോഗം മാറ്റിയവരാണ് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും. അവിടുത്തെ ഉമിനീര് കൊണ്ട് രോഗം മാറ്റിയവരാണ് സ്വഹാബത്തിൽ കിറാം റളിയല്ലാഹു അൻഹും. മഴയില്ലാത്തപ്പോൾ സങ്കടം ചെന്ന് പറഞ്ഞത് നബിയോടായിരുന്നു. കാല് മുറിഞ്ഞപ്പോൾ സങ്കടമെന്ന് പറഞ്ഞത് നബിയോടായിരുന്നു. മക്കളില്ലാത്ത വിഷയം നബിയോടായിരുന്നു പറഞ്ഞത്. എല്ലാത്തിനും നബി തങ്ങളായിരുന്നു അവരവലംബമായി കണ്ടിരുന്നത്. വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ, വല്ലാതെ വരൾച്ച പറ്റിയ ടൈമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്ന് മുത്തുനബി മിമ്പറിൽ നിൽക്കുമ്പോൾ വന്ന് കരയുന്നു. സ്വഹാബാക്കളിൽപ്പെട്ടൊരു വ്യക്തി, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. വല്ലാത്ത നീണ്ട കവിതയാണ്. ഹദീസുകൾ ഉദ്ധരിച്ച് കാണാം. ആ പാട്ട് തന്നെ ബഹുമാനപ്പെട്ട മുത്തുനബിയോട് പറയുന്നു, നബിയേ, തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടി വരാനൊരാളില്ല. വലിയുദ്ദീൻ ഇറാഖിയുടെ രേഖ പറയുന്നവരെ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനൊരു വാക്ക് നബിയോട് പറയാൻ പറ്റുമോ? സ്വഹാബത്താണ് പറയുന്നത്. അതും റസൂലുള്ള തൗഹീദ് പഠിപ്പിക്കാൻ വന്നവരാണ്. ആ നബിയോടാണ് പറയുന്നത്, നബിയെ, തങ്ങളിൽ അരികിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടി വരാനില്ല. മാത്രമല്ല വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലേക്ക് മഹാന്മാരിലേക്കല്ലാതെ എവിടേക്ക് ഓടാനാണ്? അള്ളാഹിനെ കൊള്ളല്ലേ ഓടേണ്ടത്, അള്ളാഹിനെ കൊള്ളല്ലേ ഓടേണ്ടത്. വിഷമം വരുമ്പോൾ അള്ളാഹുലേക്കല്ലേ പോകേണ്ടത് എന്ന് പഠിപ്പിക്കേണ്ട തൗഹീദിൻ്റെ എതിരാണ് ആ പറഞ്ഞ വാക്കെങ്കിൽ നബിതങ്ങൾ അവിടെ എന്തു പറയുമായിരുന്നു? അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്തു. സഹീഹ് ഹദീസിൽ കാണാം, അല്ലാഹുമ്മസ്ഖിനാ, പടച്ച തമ്പുരാനെ മഴ തരണേ. അയിമ്മത്ത് ധരിക്കുന്നു. അപ്പോൾ കാർമേഘത്തിൽ, വാനലോകത്തിൽ ഒരു കാർമേഘത്തിൻ്റെ ഒരു പാളി പോലുമില്ലാത്ത ഘട്ടത്തിൽ എവിടുന്നോ കാർമേഘങ്ങൾ ഓടി വരികയാണ്. അങ്ങനെ അതെല്ലാം കൂടെ വന്ന് അങ്ങ് മഴ വർഷിക്കുകയാണ്. ഒരാഴ്ച നീണ്ടു നിന്ന മഴ. എന്താണ് അവസ്ഥ? ഒരു കാർമേഘത്തിൻ്റെ പാളിയില്ലാത്ത വാനലോകത്തേക്ക്, തെളിഞ്ഞു നിൽക്കുന്ന വാനലോകത്തേക്ക് ആ റസൂലുള്ളാഹി തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ട് ഇറങ്ങുമ്പോൾ താടിയിലൂടെ വെള്ളമുറ്റുകയാണ്. ഹദീസിൽ കാണാം. ഈ സങ്കടങ്ങൾ വന്ന് പറഞ്ഞിരുന്ന, കാല് മുറിഞ്ഞിരിക്കുന്നു നബിയെ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ഹദീസിലില്ലേ? അള്ളാഹുവിൻ്റെ റസൂല് കാലൊന്ന് തടകി കൊടുക്കുന്നു, ഉടനെ തന്നെ അത് കൂടിപ്പോകുന്നു.
പറയാൻ പറ്റുമോ? ഒരു സിട്ടിനോട് പറയാൻ പാടില്ല എന്നാ. അല്ലാഹ് അല്ലാത്തവരോട് ഒരു സങ്കടം പറയൽ അത് ശിർക്കാണെന്നല്ല. ശിർക്കാണെന്ന് പറയുന്നത് ഏതോ ഒരു കോമാളി പറഞ്ഞത്, ഇബ്നു തൈമിയ പറഞ്ഞത്, അയാൾ വകാന ബിദാലിക മുസ്ല, അയാൾ അതോടുകൂടെ എന്തോ ആയിത്തീർന്നു എന്നും ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. അത് കറാഹത്താണ്, അത് ഗുണമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സ്വഹാബത്തും നബി തങ്ങളും പഠിപ്പിച്ചതിനെതിരാണ്. സ്വഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് വേദന പിടിപെട്ടപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞത് വാ മുഹമ്മദ്, മുത്തുനബിയെ എന്നാണ്. അത് ഇസ്തിഗാസയാണെന്ന് മഹാനായ മുല്ല അലിൽ ഖാരി ഷിഫയുടെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. അങ്ങനെ റസൂലുള്ളാഹിനെ ഇസ്തിഗാസ ചെയ്തുകൊണ്ട് വിളിച്ചു. എത്ര തെളിവ് വേണം? ഇമാം നവവിയുടെ, ഇമാം അതുപോലെ തന്നെ ഇമാം അല്ലാമ ഇബ്നു തൈമിയുടെ, അല്ലാമ ഇബ്നു ഖയ്യിമിൻ്റെ എല്ലാവരുടെ ഗ്രന്ഥത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവരാരും അതിനെ എതിർത്തിട്ടില്ല. നബിയെ വിളിക്കുന്നതിൽ ആർക്കും തർക്കമില്ലാത്ത രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം വെച്ച് കോലം മാറ്റി ഒക്കെ കൂടി മാറ്റി അള്ളാഹുവിനോട് മാത്രം പറയണമെന്നുള്ള ഈ തത്വം മുസ്ലിം ലോകം അറിയാത്ത തത്വമാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മനസ്സിലെ ഏറ്റവും അഹബ്ബായിരിക്കണം. ലോകത്ത് ഏറ്റവും സ്നേഹമുള്ളത് മുത്തുനബി ആയിരിക്കണം. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും വന്ന് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മതസ്സാഅത്തു, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാദാ അഅദത്തലഹാ, ആ ഖിയാമത്തിന് വേണ്ടി നീ എന്ത് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു? അവിടുന്ന് പറയുന്നു, കുറേ നോമ്പും കുറേ നിസ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് സിദ്ദീഖ് തങ്ങളുടെ അത്രേ നോമ്പോ നിസ്കാരങ്ങളൊന്നും ഉള്ളവനല്ല ഞാൻ നബിയെ. ഞാൻ ആ ഫർളും പ്രധാന സുന്നത്തുകളുമല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല നബിയെ. പക്ഷേ ലാക്കിൻ ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെ ആയിരിക്കും നീ ആഖിറത്തിലുണ്ടായിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദു ഫളിൽ കൊണ്ട് മുത്തു റസൂലുള്ളാഹിൻ്റെ മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കി ഉറപ്പിച്ചു തരുമാറാകട്ടെ. അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ് നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ വാക്ക് വളരെ സന്തോഷമുണ്ടാക്കി സ്വഹാബത്തിന്. സ്വഹാബത്ത് കിറാം റളിയല്ലാഹുനും അനസ് റളിയല്ലാഹുവിന് പറയുന്നു, ഇത്രയും സന്തോഷമുള്ള ദിവസം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. നമുക്കുണ്ടോ? എന്തൊരു സന്തോഷം ഇത് കേൾക്കുമ്പോൾ. പടച്ചോനെ, മുത്ത് റസൂലുള്ളാഹിനെ നമ്മളൊക്കെ സ്നേഹിക്കുന്നു. അള്ളാഹു ആ സ്നേഹം വിടാതെ മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഒരു അവസ്ഥയിലുള്ളവർ മുത്തുനബിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഭീതിപ്പെടുത്തുന്ന ആശയമുണ്ട്. എന്താ? നീ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് നീ എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ കൂടെയാണെന്നോ നീ എൻ്റെ കൂടെയാണെന്നോ പറഞ്ഞിട്ടില്ല. നീ ആരെ സ്നേഹിക്കുന്നോ അവരെ കൂടെയാണ് നീ ഉള്ളത്. ആരാണ് നമ്മളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതെന്ന് ഓരോരുത്തരും ഓർക്കുക. നെഞ്ചത്ത് കൈവച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് സ്നേഹം ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് ആരോടാണ്? നീ ആരെ സ്നേഹിക്കുന്നു അവരെ കൂടെയാണ്. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത്. മുസ്ലിം പേരിലുള്ള എൻ്റെ സഹോദരിമാരെ, എൻ്റെ മക്കളെ, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത്? ആരാണ് നിങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുള്ളത്? ആരൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുള്ളത്? അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാതെ മുത്തുനബിൻ്റെ കൂടെ കൂടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ സ്നേഹിക്കപ്പെടുന്നവൻ്റെ കൂടെ ആഖിറത്തിൽ കൂടേണ്ടി വരും എന്ന് ഈ ഹദീസിലുണ്ട്. ആരെ സ്നേഹിച്ചോ അവൻ്റെ കൂടെ പോകേണ്ടി വരും. അത് മുസ്ലിമായാലും അമുസ്ലിമായാലും ആണായാലും പെണ്ണായാലും ആരായിരുന്നാലും ഏത് സാധനമായിരുന്നാലും സ്നേഹം വളരെ സൂക്ഷിക്കേണ്ട സാധനമാണ്. അവരെവിടെയാണോ ആഖിറത്തിലുള്ളത് അവരെ കൂടെ നാം കൂടേണ്ടി വരും. അത് വലിയൊരു വിഷയമാണ്. ഇത് വലിയ ഭീകരമായ ആശയം നമ്മുടെ മനസ്സിൽ തറച്ചിരിക്കേണ്ട ആശയമാണ്. ഒരു വലിയ ഗൗരവമുള്ള ആശയമാണ് ഇത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ കുറേ രണ്ട് വിഭാഗം ആളുകൾ വരുന്നുണ്ട്. സിൻഫാനി മിൻ ഉമ്മത്തി ലമറഹുമാ, രണ്ട് വിഭാഗം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരുന്നുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ
എൻ്റെ കാലത്ത് കണ്ടുപദേശിക്കാൻ പറ്റിയവരല്ല. തങ്ങൾ കാണാത്ത ഉമ്മത്തിലൊരു മെമ്പറില്ല. എല്ലാവരെയും തങ്ങൾ കാണും. മുസ്ലിമിനെയും അമുസ്ലിനെയും തങ്ങൾ കാണും. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അത് സമർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇഷ്ടം പോലെ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാത്തവർ ഈ ഉമ്മത്തിലുണ്ടാവുകയില്ല. പക്ഷേ ആ ഉമ്മത്തിൽ നേരിട്ട് ഉപദേശിക്കാൻ പറ്റിയവരായ ഉപദേശിക്കാൻ പറ്റാത്ത, അതാണ് കാണാത്തവരെന്നോ അല്ലെങ്കിൽ അവിടുന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്തെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും വേണ്ടിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 2 വിഭാഗമുണ്ട്. ഒന്ന്, ഒരു വിഭാഗം ഒരു നിശ്ചിത പുരുഷന്മാരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് പോട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. അത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കമ്പനി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റത് രണ്ടാമത്തവര് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹാ. നിസാഉൻ, ചില സ്ത്രീകൾ, ഉമ്മമാരെ, നിസാഉൻ ചില സ്ത്രീകൾ, കാസിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചവരാണ്. അവരെ മുഖത്തവർ മൂടിയിട്ടിരിക്കുന്നു. അവരെ കയ്യുറ അവർ ധരിച്ചിരിക്കുന്നു. അവർ കാലിനുറ ധരിച്ചിരിക്കുന്നു. അവർ പർദ്ദ ധരിച്ചിരിക്കുന്നു. എല്ലാം ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആരിയാത്ത് അത് ധരിക്കാത്ത പോലെയാണ്. എൻ്റെ സഹോദരിമാരെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വളരെ മുഅ്ജിസത്തിൻ്റെ വാക്കല്ലേ ഇത്. ഇന്നുള്ള അവസ്ഥ അതല്ലേ. മുഖക്കർട്ടനിട്ടിട്ടുണ്ട്, കയ്യുറ ധരിച്ചിട്ടുണ്ട്, കാലുറ ധരിച്ചിട്ടുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഹൃദയത്തിന് ഹൃദയത്തിൻ്റെ മുഖത്തിന് കർട്ടനിട്ടിട്ടില്ല. ഹൃദയത്തിൻ്റെ കയ്യുറ ധരിച്ചിട്ടില്ല. ഹൃദയത്തിൻ്റെ കാലിന് കാലുറ ധരിച്ചിട്ടില്ല. ഹൃദയത്തിന് പർദ്ദ ധരിച്ചിട്ടില്ല. ഹൃദയം ലോകത്ത് കറങ്ങി നടക്കുകയാണ്. അന്യ പുരുഷന്മാരെ മുമ്പിലും അന്യ പുരുഷന്മാരെ ചെവിയിലുമാണ് പെൺകുട്ടികളുള്ളത്. അങ്ങുമിങ്ങും ചിത്രങ്ങൾ കൈമാറുന്നു. ഇനി കൈമാറിയില്ലെങ്കിൽ വല്ലാത്ത തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കുന്നു. പേര് എന്തെങ്കിലുമൊക്കെ നല്ലൊരു അറബി പേരിട്ടിട്ട്, ആ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഖുർആനിലുള്ള നല്ല നല്ല സ്വാലിഹാത്തായ മഹതിമാരെ പറ്റി പറഞ്ഞ വിശേഷണങ്ങൾ ഇട്ടിട്ട് അവരങ്ങനെ അഴിഞ്ഞാടി നടക്കുകയാണ്. പുറത്ത് അവർ മുഖക്കർട്ടനുള്ളവരാണ്, ഉള്ളിൽ കർട്ടനില്ല. നിസാവും കാസിയാത്തുൻ, അവർ കാസിയാത്താണ്, അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ മുഖക്കർട്ടനിട്ടവരാണ്. ആരിയാത്ത് അവർ മനസ്സിന് കർട്ടനിട്ടിട്ടില്ല. കൈയിനുറ ധരിച്ചവരാണ്, മനസ്സിൻ്റെ കൈയിനുറ ധരിച്ചിട്ടില്ല. കാലിന് അവർ ഷോക്സ് ഇട്ടവരാണ്, പക്ഷേ മനസ്സിൻ്റെ കാലിന് ഷോക്സ് ഇട്ടിട്ടില്ല. ശരീരം പൂർണ്ണമായി മറച്ചതായി കാണുന്നവരാണ്, അവർ മറച്ചിട്ടില്ല. മനുഷ്യൻ്റെ നിദാന ബിന്ദു അത് ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നൂറുകണക്കിന് അന്യപുരുഷന്മാർ ചേക്കേറി നടക്കുന്ന പെണ്ണാണ്. അവളാണ് ദീനി ക്ലാസ് എടുക്കുന്ന പെണ്ണ്, അവളാണ് ക്ലാസ് എടുക്കുന്ന പെണ്ണ്, അവളാണ് അത് പറയുന്ന പെണ്ണ്, ഇത് പറയുന്ന പെണ്ണ്. ആയത്തർത്ഥം പറഞ്ഞു കൊടുക്കാൻ, ഹദീസർത്ഥം പറഞ്ഞു കൊടുക്കാൻ. ഞാൻ അതിൻ്റെ തെറ്റായ വശമല്ല, ഞാൻ തെറ്റായ വശം മാത്രമാണ് പറയുന്നത്. അതിൽ നല്ലവരില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഉമ്മമാരെ, നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കുക. ആരാണ് നമ്മുടെ കൽബകത്ത് കഴിഞ്ഞുകൂടുന്നത്? അതേ ചെറുപ്പക്കാരെ, ആരാണ് നമ്മുടെ നെഞ്ചിൽ കഴിഞ്ഞുകൂടുന്നത്? അള്ളാഹുവിൻ്റെ റസൂല് ആ സ്ഥലത്തില്ല. ഇത് മുഅ്ജിസത്തിൻ്റെ ഒരു വാക്കാണ്. ആശ്ചര്യമായി നമ്മൾ ചിന്തിച്ചു പോകുന്ന. ഖിയാമത്ത് വരുമ്പോൾ എൻ്റെ ഉമ്മത്തിൽ ഇങ്ങനെ ഒരു കൂട്ടര് വരുമെന്ന് പറഞ്ഞത് വല്ലാത്ത ഗൈബ കൊണ്ട് പറഞ്ഞൊരു വാക്കാണിത്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. എന്താണ് അവർക്കുള്ള ഗുണം? അവർക്ക് എന്താണ് അല്ലാഹു തആല കൊടുക്കുന്നത്? ലാ യദ്ഖുൽനൽ ജന്ന,
ആ പെണ്ണ് സ്വർഗത്തിലില്ല, ആ സ്ത്രീകൾ സ്വർഗത്തിലില്ല. വലാ യജിദുന റിഹഹാ, ആ സ്വർഗവാസന പോലും അവൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഉമ്മ ഉപ്പമാരായിരുന്നു ആദ്യകാലത്ത് ഭാര്യമാരെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ളത് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ സ്നേഹിച്ച് പരിചയപ്പെടുകയാണ്. എന്നിട്ട് അങ്ങനെ അല്ലാതെ ഇന്ന് നടക്കുന്ന നിക്കാഹുകൾ 90% അങ്ങനെ അല്ലാതെയില്ല. എത്ര തൊലാഖാണ് ആ പേരിൽ വന്നത്. ഇസ്ലാമിൻ്റെ നെഞ്ചിലേക്ക് എന്തെല്ലാം മുസീബത്തുകളാണ് ഈ വിദ്യാഭ്യാസ ഭ്രാന്ത് വലിച്ചെറിഞ്ഞതെന്ന് നാം മനസ്സിലാക്കണം. ചില പെൺകുട്ടികൾ ഭർത്താക്കന്മാര് വേണ്ട, ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, സ്വയം പര്യാപ്തരായി പ്രസവിക്കാൻ തയ്യാറില്ല. നല്ല പഠിച്ചപ്പോൾ നല്ല കിട്ടിയപ്പോൾ അറിവ് കിട്ടിയപ്പോൾ പ്രസവിക്കാൻ തയ്യാറില്ല. അമ്മായിമ്മയെ കണ്ടുകൂടാ, അതിനൊപ്പിച്ച് പ്രസംഗിക്കാൻ കുറേ ആളുകളും കിട്ടിപ്പോയി, ഭൗതികന്മാരായ ആളുകളെ. ഇസ്ലാമേടോ പറയണമെങ്കിൽ, വിശ്വാസത്തിനെ പറ്റി പറയണമെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു അഖീദ അള്ളാഹു ഒരുവനാണ് എന്ന അഖീദ പറയണമെങ്കിൽ നിനക്കൊരു ഉസ്താദ് വേണം. നീ പുസ്തകത്തിൽ വായിച്ചാൽ പോരാ. ഏത് ഉസ്താദാണ് എനിക്ക് അത് പഠിപ്പിച്ചു തന്നത്? പാരമ്പര്യമല്ലേ വിശ്വാസം. ഒരു ഫിഖ്ഹ് മസ്അല പറയണമെങ്കിൽ നിനക്കൊരു ഉസ്താദ് വേണം. ഒരു ഉസ്താദിൽ നിന്ന് കിതാബോധാത്ത ഒരുത്തനാണോ ദീൻ പറയാനും പ്രസംഗിക്കാനും വരുന്നത്? നീ ഭൗതികം പറഞ്ഞോ, നീ ഭൗതികം പറഞ്ഞോ, നീ ദീൻ പറയാൻ ഒരുങ്ങരുത്. അതിനൊരു പാരമ്പര്യം വേണം. ഒരു ഫതൂൽ മോയിന് പോലും ഓതിയിട്ടില്ല, പരിഭാഷ വായിച്ചിട്ട് പറയാ. എന്നോടൊരാൾ പറഞ്ഞ്, ഞാൻ ഒരു ദിവസം പ്രസംഗിച്ചു, സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് കൈ താഴ്ത്തിയിടേണ്ടതാണ്, കൈ കെട്ടാൻ പാടില്ല. നമ്മളിവിടെ നിന്നൊക്കെ പോകുന്ന ആളുകൾ ഗൾഫിലൊക്കെ പോയി എന്നാൽ പിന്നെ കുറച്ച് ദീനൊന്ന് നന്നായി വരുന്നവരുണ്ട്. ഇവിടുത്തേനേക്കാണ് നല്ല ദീന ഗൾഫിലേ. എന്താ സുബ്ഹാനല്ലാഹ്, നല്ല മഠണ്ടാവും. മദ്ഹബുകളെ പഠിക്കാൻ കഴിയാത്തൊരു വിഭാഗമാണ് ഗൾഫിലെ കൗമ് എന്ന് പറയുന്നത്. നല്ലൊരു ജുമുഅ കിട്ടാൻ ദുആ ചെയ്തു പോകും ഹജ്ജിനൊക്കെ പോയാൽ തന്നെ. ആ അവസ്ഥയിലാണ് അവിടുത്തെ ഒക്കെ നിസ്കാരങ്ങളൊക്കെ ഉള്ളത്. അവിടുത്തെ കോലെന്താ പറയാതിരിക്കുകയാണെന്നല്ലേ. ചിലവരെല്ലാം അതൊക്കെ അനഫിയാണെന്ന് അറിയും. നമുക്കറിയാത്ത മുഴുവനും അനഫിയാണ്. ചിലരെ അതൊക്കെ അമ്പലിയാണ്. കുറച്ചൊക്കെ ഒരു പരിധി വരെ ശരിയായിരിക്കും. 90% അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കൈ താഴ്ത്തിയിടയിൽ പോയിട്ടിപ്പോൾ ഒരു കെട്ടൽ വന്നിക്കാം. ഗൾഫിൽ നിന്ന് പോയെന്നാ കിട്ടണാണ് സമിഅല്ലാഹു ലിമൻ ഹമിദ. ഓനൊരു വലിയ ആൾ വന്നിക്കണേ. ഇവിടുന്ന് ഈ കഴിഞ്ഞു പോയ മഹാന്മാരും ആലിമീങ്ങളൊന്നും നിസ്കരിച്ചതോ കണ്ടിട്ടില്ല. ഓൻ ഇപ്പോൾ പുതിയത് കൊടുന്നിക്കാം. പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നോ ഷെയ്ത്താനെ. അള്ളാഹുവിൻ്റെ ദീന് കേടിരുത്തണം, കൈ താഴ്ത്തിയിടണം എന്ന് വ്യക്തമായി ഇമാമിങ്ങൾ കല്ലൂബിയൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൈ കെട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അപ്പം ഇത് പ്രസംഗിച്ചതിൻ്റെ ശേഷം എന്നോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അവിടെയാണ് ഞാൻ സംസാരിക്കുന്നത്, ഉസ്താദേ നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ കൈ കെട്ടരുത് എന്ന്. എന്നാൽ ഫതുഹുൽ മുഈനിൽ കെട്ടണം എന്ന് പറഞ്ഞിരിക്കണല്ലോ. ഫതുഹുൽ മുഈനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് സമർത്ഥിക്കാനും സാധ്യമല്ല. ഇത് ചോദിക്കുന്ന ഒരു നാടനാണ്, ഫതുഹുൽ മുഈൻ കാണാത്ത ആളാ. അപ്പം എന്താ, ഫതുഹുൽ മുഈനിൻ്റെ പരിഭാഷ വായിച്ചതാണ്. ഇതാണ് പരിഭാഷൻ്റെ അവസ്ഥ. എന്തൊരു മുസീബത്താണല്ലാ ഈ പരിഭാഷ കൊണ്ട് ദുനിയാവിൽ സംഭവിച്ചത്, ചില്ലറൊന്നുമല്ല. എന്നിട്ട് ഈ പരിഭാഷയാണ് തൗഹീദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വായിക്കണത്. നീ പ്രസംഗിച്ചോ അള്ളാഹിനെ പറ്റി, പക്ഷെ ഇസ്ലാമാണെന്ന് പ്രസംഗിക്കാൻ നിനക്കൊരു ഉസ്താദ് വേണം. അശ്അരി തരീഖത്ത് ഒരു തബഉള്ള ഒരു പാരമ്പര്യമാണ്. അത് നീ പറയാൻ ഇനി ആര്? അതിന് നിനക്ക് അവകാശമില്ല. നീ സംഘടനയിൽ അങ്ങെത്തിക്കോ, പക്ഷെ കിതാബോധാത്തത് പറയരുത്. കിതാബോധാതെ ഖുർആൻ പഠിപ്പിക്കരുത്. ഒരു മുത്തഖിനായ ഖാരിയിൽ നിന്ന് പഠിക്കാത്തവൻ ഖുർആൻ പഠിപ്പിക്കാൻ അവകാശമില്ല. അതിൻ്റെ പേരിൽ ശമ്പളം വാങ്ങാനും അവകാശമില്ല. ഹറാമായ പൈസയാണെന്ന് മനസ്സിലാക്കിക്കോ. ഖുർആൻ പഠിക്കാതെ ഖുർആൻ പഠിപ്പിക്കുകയോ
ശരീഅത്ത് പഠിക്കാതെ ശരീഅത്ത് പഠിപ്പിക്കുകയോ, അറബി വായിക്കാൻ കിട്ടിയാലും പരിഭാഷ വായിച്ചതുകൊണ്ട് പഠിക്കാതെ ദീനിന്റെ പേരിൽ ശമ്പളം പറ്റുന്നത് കടുത്ത ഹറാമാണ്. നല്ല പണിയായിപ്പോയി. എന്നിട്ട് അപ്പം ഞാൻ ഫത്തുൽ മുഈൻ എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു നോക്കുമ്പോൾ ആ സംഭവം എന്നറിയോ? അതല്ല രസം. ഫത്തുൽ മുഈൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, റുക്കൂയിൽ നിന്ന് പിന്നെ അവൻ ആദ്യം ആയിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങുക, ഇതാണ് എഴുത്തിതാല് എന്ന്. റുക്കൂന്ന് പൊന്തലിനല്ലേ എഴുത്തിതാല് എന്ന് പറയല്, പൊന്തിങ്ങനെ നിൽക്കലിന്. ആദ്യമുള്ള അവസ്ഥയ്ക്കല്ലേ മടങ്ങേണ്ടത്? ആദ്യം കൈ കെട്ടിക്കാണ്ടല്ലേ ഉണ്ടായിരുന്നത്, അയക്കല്ലേ മടങ്ങേണ്ടത്? ഒന്നും കൂടി ചിന്തിച്ചുകൂടെ? ആദ്യം ഫാത്തി ഓതിക്കാണ്ടല്ലേ ഉണ്ടായിരുന്നത്, ഇക്കും മടങ്ങൂട്. ഫാത്തി ഓതൂട്, എന്നിട്ട് ഒന്നും കൂടി റുക്കൂക്ക് വന്നിട്ട് ഒന്നും കൂടി ഇത്തിതാല് ഇതാളെ അങ്ങനെ ഒന്ന് ആദ്യമായി അങ്ങനെ കൂടിക്കോ. അപ്പോൾ ഒരു ഉസ്താദ് നിന്ന് പഠിക്കാത്ത മുസീബത്തല്ലേ ഇത്? ഖുർആൻ പരിഭാഷയും മുസീബത്ത് ഉണ്ടാക്കിയത് മുഴുവനും അങ്ങനെയാണ്. പരിഭാഷ കൊണ്ടുണ്ടായ മുസീബത്ത് ചില്ലറയല്ല, കുറഞ്ഞ് ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഗുണങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. പരിഭാഷ കൊണ്ട് മുസീബത്ത് ചില്ലറയല്ല. വർഗീയതകൾ ഇവിടെ ഉണ്ടാക്കിയത് പരിഭാഷകളാണ് വർഗീയതകൾ ഉണ്ടാക്കിയത്. ഫിഖ്ഹിന്റെ കിതാബിൽ ഓരോന്നിനും ഓരോ ബാബാണ്. ഒരു ബാബെടുത്ത് മറിച്ചിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം വായിച്ചാൽ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെയല്ല, ഖുർആനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്താണ് ഖുർആനിൽ പറയുന്ന യുദ്ധമെന്നും എന്താണ് ഖുർആനിൽ അമുസ്ലിമീങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും മനസ്സിലാക്കണമെങ്കിൽ തഫ്സീർ അനുസരിച്ചുകൊണ്ട് ഖുർആനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വായിച്ചാൽ, ഓതിയാൽ, പഠിച്ചാൽ മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയൂ. അല്ലെങ്കിൽ നാട് കുട്ടിച്ചോറാകുന്നതാണ്. അതിവിടെ അനുഭവിക്കുന്നില്ലേ? പരിഭാഷ കൊണ്ട് ഉണ്ടായ മുസീബത്ത് ചില്ലറൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ദീന് തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. അള്ളാഹുവിൻ്റെ ദീൻ ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം, നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പോയതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ കാര്യത്തിനും പരിഹാരമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു കാര്യവും ചെയ്യുന്നതിനർത്ഥമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു വിഷയവും ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ ചിന്തിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ ആലോചിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ മനസ്സിലിരുത്തുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ വാക്കാണ്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ. ഡ്രസ്സ് ഫുള്ളായി ധരിച്ചവരാണ്, പക്ഷേ അവർ ഡ്രസ്സ് ധരിച്ചവരല്ല. ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, ഡ്രസ്സ് ധരിച്ചിട്ടില്ല. ഇത് വൈരുദ്ധ്യമല്ലേ? ഇതാണ് ഇന്നുള്ള അവസ്ഥ. സ്ത്രീകൾ ഈ രംഗത്തേക്ക് വന്ന് ഒന്നായിട്ട് സുബ്ഹാനല്ലാഹ് എന്തൊക്കെയോ ആയി. സ്ത്രീകളാണ് ഇന്നിപ്പോൾ അധ്യക്ഷം വഹിക്കുന്നത്, സ്ത്രീകളാണ് നന്ദി പറയുന്നത്. സുബ്ഹാനല്ലാഹ് വന്നിരിക്കുക, നമ്മൾ കാണുക, എന്നിട്ട് കാണുന്നതിനും തെറ്റില്ല. ഇതൊക്കെ ഒന്ന് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. ഫത്തുൽ മുഈനും തുഹ്ഫയൊക്കെ അഥവാ ശരീഅത്ത് ഭേദഗതി ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന വാദത്തിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. അള്ളാഹുവും റസൂലും പറഞ്ഞതൊക്കെ വിട്ടിട്ട് മറ്റൊരു സ്വർഗം വാങ്ങാൻ നീ ആഗ്രഹിച്ചാൽ ആ സ്വർഗത്തിൻ്റെ പേരാണ് നരകം. ഒരു നിർബന്ധ സാഹചര്യം ഒന്നും നോക്കണ്ട, അങ്ങോട്ട് പറയന്നെ. എന്നിട്ട് പറഞ്ഞിട്ടാ കിതാബിലുണ്ടാന്ന് നോക്കുന്നത്. ഏതെങ്കിലും എവിടെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് പരിശ്രമിക്കാണ്. പലിശ വാങ്ങാൻ എല്ലാവർക്കും വണ്ടിയിലോടണം. ഞാൻ പലിശൻ്റെ വിഷയത്തിലേക്കൊക്കെ കടന്നാൽ സുബ്ഹാനല്ലാഹ് എന്ത് പറയാനാണല്ലോ, ആകെ കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ആ ഒരു വിഷയത്തിലുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് വരാൻ പോകുന്ന കാര്യങ്ങൾ ഓരോന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ വരുന്നൊരു ദജ്ജാലിൻ്റെ കഥ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, വല്ലാതെ പഠിക്കാനുള്ള ഹദീസാണ്. അതാ കണ്ടു പറയുന്ന പോലെ എല്ലാ കാര്യവും പറഞ്ഞവരാണ്. കണ്ടു പറയുന്നത് പോലെ എന്ന് പറയുന്നത് അവിടത്തേക്ക് താല്പര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പേടിച്ചു പോകുന്നു ഞാൻ. കണ്ടു പറഞ്ഞതാണ്
വരാൻ പോകുന്നവരെയും വരാൻ പോകുന്ന ആളുകളെയും എന്തൊക്കെയാണ് അവർ ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് തന്നെ അറിയാമെന്ന് പറയുമ്പോൾ അവർക്ക് വിലായത്ത് കിട്ടാൻ കാരണക്കാരനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് കണ്ടു പറഞ്ഞതാണ്. നബിയുടെ കാലത്ത് അന്നുള്ള മസ്ജിദുൽ നബവിയുടെ അവസ്ഥ എന്താണ്? ഈത്തപ്പന മട്ടൽ കൊണ്ട് കെട്ടി അതിൻ്റെ ഓല കൊണ്ട് മേഞ്ഞതായ ആ കെട്ടിടമാണെന്നുള്ളത് അത് നോക്കിയാൽ ഒരിക്കലും ഒരു ഖസ്ർ, ഒരു മണിമാളിക എന്ന് പറയാൻ പറ്റിയതല്ല. ഈത്തപ്പന ഓല കൊണ്ട് കെട്ടി ഈത്തപ്പനയുടെ തടി ചീന്തിക്കൊണ്ട് അതിനെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ പാകിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടുള്ള ഒരു കെട്ടിടമാണ് റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ളത്. കല്ലിൻ്റെ ഭിത്തിയില്ല, ഇന്നുള്ള ഒരു സുഖവും അതിലില്ല. അതുകൊണ്ടല്ലേ മഴ പെയ്തപ്പോൾ വെള്ളമുറ്റിയിട്ട് താടിയിലൂടെ വലിച്ചു എന്ന് ഹദീസിൽ വന്നത്. അങ്ങനെയുള്ള ആ പള്ളിയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ദജ്ജാൽ വന്നിട്ട് മക്കയിലും മദീനയിലും കയറാൻ കഴിയില്ല, മലക്കുകൾ കരവലയം സൃഷ്ടിച്ച് തടഞ്ഞു പോകുന്നതാണ്. ആ ടൈമിൽ ആ ദജ്ജാൽ ഉഹുദ് മലയുടെ ഭാഗത്ത് വന്നിട്ട് എൻ്റെ പള്ളിയിലേക്ക് അവൻ ചൂണ്ടുന്നതാണ്. യഖൂലു, അവൻ പറയും, ഹാദൽ ഖസ്റു ലി മുഹമ്മദ്, ഹാദൽ ഖസ്റുൽ അബിയദ് ലി മുഹമ്മദ്, ഈ വെളുത്ത കൊട്ടാരം മുഹമ്മദിൻ്റെതാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പറയുന്ന കാലത്ത് അത് കൊട്ടാരമല്ല, വെളുത്ത കൊട്ടാരം പോയിട്ട് ഈത്തപ്പന മട്ടൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ആ കുടിൽ, ആ പള്ളിയെ സംബന്ധിച്ച് ദജ്ജാൽ പറയുന്ന കാലത്ത് ഖസ്റുൽ അബിയദ്, വെളുത്ത കൊട്ടാരമാണ്. ഇന്ന് പോയവർക്കറിയാം ആ പള്ളി ഇന്ന് വല്ലാത്തൊരു കൊട്ടാര സമാനമാണ്, അതും വെളുത്ത കൊട്ടാരമാണ്. വരാൻ പോകുന്നത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. കിതാബുൽ ഫിത്തനക്ക് എടുത്ത് നോക്കണ്ടേ അല്ലാഹ്, ചിലരുടെ പേരുകൾ വരെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ പേരുകൾ, നാടുകൾ, എന്തെല്ലാം കിതാബുൽ ഫിത്തനക്ക് എടുത്ത് നോക്കിയാൽ അബൂ നുഐം തങ്ങളുടെ, എൻ്റെ കയ്യിലുണ്ട് കിതാബ്, നമ്മൾ ബേജാറായി പോകും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കലാമ് കേട്ടാൽ എല്ലാം ഒരാളങ്ങ് ചെല്ലുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലുള്ളത് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നവർ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങളുടെ മനസ്സിലുള്ളത്, നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ അറിയുന്ന നബിയുനാ റസൂലുള്ളാഹി. ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല. ലാ യഖ്ഫാ അലയ്യ ഖുശൂഉകും വലാ ഖുളൂഉകും, നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ പേടിയും നിങ്ങളുടെ ഖുശൂഉം എൻ്റെ മേൽ അറിയാതെ പോവുകയില്ല. അക്കാലത്ത്, ഇക്കാലത്ത്, ഇപ്പോൾ, അപ്പോൾ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അള്ളാഹിൻ്റെ റസൂൽ എന്നും നബിയാണ്, എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥമെന്ന് എത്രയോ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സകത്തുള്ളതറിയും. പകരയിലാണുള്ളത്, റൂമിൻ്റെ ഉള്ളിലാണുള്ളത്. നബിയേ എന്നൊന്ന് പറഞ്ഞാൽ ഉമ്മമാരെ റസൂലുള്ളാഹി തങ്ങൾ ശ്രദ്ധിക്കും. ആ സ്നേഹം വാങ്ങണം. ഷിറാസി തങ്ങൾ വലിയ പണ്ഡിതനാണ്. 7 വയസ്സുള്ള കാലത്ത് മദീനയിലെത്തുന്നു ഉപ്പായുടെ കൂടെ. ഷിറാസി തങ്ങൾ പറയുന്നു, ഞാൻ ഉപ്പാൻ്റെ കൂടെ എത്തുമ്പോൾ, മദീനയിൽ രാത്രി വൈകുന്നേരമാണ് എത്തുമ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. ഉപ്പാനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ 7 വയസ്സുകാരനാണ്, അതുകൊണ്ട് ഉപ്പാൻ്റെ അവസ്ഥ എനിക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട് ഉപ്പ. മുത്ത് റസൂലുള്ളാഹിനെ സിയാറത്ത് കഴിഞ്ഞ് അവിടെ വന്നിരിക്കുകയാണ്. ഉപ്പ വന്നിരിക്കുകയാണ്. ചമ്പ്രംപടി ഇട്ടുകൊണ്ട്, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ചന്ദനപ്പടി ഇട്ട് എന്ന് പറയൽ, ഏത് പടിയായാലും വേണ്ടിയില്ല, ഈ മുത്തറബി ആയിരിക്കുക എന്ന് പറയും അറബിയിൽ. അങ്ങനെ ഉപ്പ ഇരുന്നിങ്ങനെ തല താഴ്ത്തിക്കൊണ്ട് മുത്ത് റസൂലുള്ളാഹിൽ മുറാഖബ ചെയ്ത്, നബിയെ മുറാഖബ ചെയ്യുക, ഔലിയാക്കളെ മുറാഖബ ചെയ്യുക, അള്ളാഹുവിനെ മുറാഖബ ചെയ്യുക എന്നൊരു വിഷയമുണ്ട്. നിങ്ങൾ ചെയ്തു നോക്ക്, വല്ലാതെ മനസ്സിന് സമാധാനം കിട്ടും. അള്ളാഹുവിനെ മുറാഖബയാണ് വല്ലാത്ത സമാധാനം. മുത്തുനബിയുടെ മുറാഖബയും സമാധാന മാർഗമാണ്. എല്ലാം കഴിയുന്നതാണ്. കണ്ണെല്ലാം ചിമ്മി എല്ലാ ചിന്തകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹ് 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 എന്നിങ്ങനെ 1000 വട്ടമെങ്കിലും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് നോക്ക്. വല്ലാത്ത സമാധാനം ലഭിക്കും, വല്ലാത്ത പ്രയാസങ്ങൾ നീങ്ങും. എന്തോ തലയിൽ നിന്ന്
പോയതുപോലെ തോന്നും. ഉറക്ക് വരാത്തവർക്ക് ഉറക്ക് കിട്ടും, മനസ്സിന് സമാധാനം വരും, കുടുംബജീവിതം സന്തോഷത്തിലാകും, ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടായിരിക്കും. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് ഒരർത്ഥം അങ്ങനെയാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ മുറാഖബ ചെയ്തുകൊണ്ടിരുന്ന ഔലിയാക്കൾ എത്രയോ കഴിഞ്ഞുപോയി. ആ മുറാഖബയിലിരിക്കുകയാണ് എൻ്റെ ഉപ്പ. ആ ഉപ്പയെ ചെന്ന് വീണ്ടും ഞാൻ തോണ്ടുകയാണ്. ഉപ്പയോ തട്ടിക്കൊണ്ട് പറയുന്നു, എനിക്ക് വിശക്കുന്നുണ്ട് ഉപ്പ, എനിക്ക് വിശക്കുന്നുണ്ട്. പിന്നെയും ഉപ്പ എന്നെ കൊള്ളൊന്നും നോക്കുന്നില്ല. വീണ്ടും ഞാൻ ചെന്ന് ഉപ്പയെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഉപ്പ എനിക്ക് വിശക്കുന്നുണ്ട്. ആ ടൈമിൽ ഉപ്പ വിതുമ്പി കരയുകയാണ്. ഞാൻ ചോദിച്ചു, ഉപ്പ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞാൻ എന്തേ ചെയ്തത്? എന്തേ നിങ്ങൾ കരയുന്നത്? ഒന്നുമില്ല മോനെ. ഉപ്പ മക്കയിൽ നിന്ന് മദീനയിലെത്തുന്ന ടൈമിൽ ഉപ്പാൻ്റെ 2 കൈയും കാലിയാണ്. ഒന്നും കയ്യിലില്ല. ഒരു 5 കാശ് പോലും കയ്യിലില്ല മോനെ. ഇവിടെ എങ്ങനെ ജീവിക്കും എനിക്കറിയില്ല. മുത്തുനബിൻ്റെ നാട്ടിലെത്തിയവനെ മുത്തുനബി സംരക്ഷിക്കും. മുത്തുനബി ലോകത്ത് എവിടെയുണ്ടോ നമ്മൾ അവിടത്തേക്ക് വിളിച്ചാൽ അവിടത്തേക്ക് സഹായമെത്തും. സഹോദരങ്ങളെ, എവിടെ പോയാലും എവിടെ പെട്ടാലും അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹായം അവിടെ എത്തും. ഉറപ്പാണ്. വിജനസ്ഥലത്തായിരുന്നാലും ആളുകളുടെ ഇടയിലായിരുന്നാലും ശത്രുവിൻ്റെ മുമ്പിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മളെ കൊണ്ട് ആരും അപകടത്തിലോ മുസീബത്തിലോ പെടുത്തരുത്. നാം ആരെയും വഞ്ചിക്കരുത്, നാം കളവ് പറയരുത്, നാം സത്യസന്ധതയുള്ള ജീവിതം നയിക്കുന്നവരായി മാറണം. എങ്കിൽ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ എവിടെ വിളിച്ചാലും നമുക്ക് സഹായമെത്തും. ആരെങ്കിലും നമുക്ക് സഹായമെത്തിക്കും. എത്രയോ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളിലും പലരും അനുഭവിച്ച് കാണും. അള്ളാഹുവിൻ്റെ റസൂല്, മോനെ ഞാൻ മദീനയിലെത്തുമ്പോൾ എൻ്റെ 2 കൈയും കാലിയാണ്. മോനക്ക് ഭക്ഷണം വേണം, എനിക്ക് ഭക്ഷണം വേണം. എന്ത് ചെയ്യും എനിക്കറിയില്ല. ഞാൻ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ എന്തെങ്കിലും തരണം, എന്തെങ്കിലും പൈസ തരണം. മിസ്ബാഹുൽ അനാം എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം മറാഖിശി ഇത് ഉദ്ധരിക്കുകയാണ്. ഫിൽ മുസ്തഗീസീന ബിഖൈരിൽ അനാം. ആ കിതാബൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂൽ അതാ ബഹുമാനപ്പെട്ട ഷിറാസി തങ്ങൾ പറയുന്നു, എൻ്റെ ഉപ്പ എന്നോട് പറയുന്നു, മോനെ നീ എന്നെ വന്ന് തട്ടിയപ്പോൾ എൻ്റെ കയ്യിലൊന്നില്ലായിരുന്നു. ഞാൻ മുത്തുനബിയോട് പറഞ്ഞു എന്തെങ്കിലും തരണമെന്ന്. പിന്നെയും പറഞ്ഞു. നീ തട്ടുമ്പോഴൊക്കെ പറയും, ഇപ്പോൾ ഇതാ മോനെ എൻ്റെ കയ്യിൽ കാശിത മോനെ, ദിർഹമാണോ ദീനാറാണോ എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ കാണിച്ച് അതിലേക്ക് നോക്കി ഉപ്പ കരയുകയാണ്. എന്താണ് റസൂലുള്ളാഹിൻ്റെ സ്നേഹം? സ്വപ്നമല്ല, കയ്യിൽ കാശുണ്ട്. ആ കാശായിരുന്നു മദീനയിൽ നിന്ന് ഞങ്ങൾക്ക് ഷിറാസിലെത്താനുമുള്ള കാശ് അതുണ്ടായിരുന്നു എന്ന് മഹാനായ ഷിറാസി തങ്ങൾ പറയുന്നു. 1 അല്ല 2 അല്ല 3 അല്ല സംഭവങ്ങൾ, 100 അല്ല സംഭവങ്ങൾ. ഇമാം ഹലബി തങ്ങൾ ഈ വിഷയത്തിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. നബിയുടെ സഹായങ്ങൾ പറഞ്ഞുകൊണ്ട്, നബി ചെയ്ത സഹായങ്ങൾ, വഫാത്തിൻ്റെ ശേഷം ചെയ്ത സഹായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്ര കിതാബുകളാണ് ഈ വിഷയത്തിൽ എഴുതപ്പെട്ടത്. അതുപോലെ തന്നെ ഇമാം നബഹാനി തങ്ങൾ ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ ഫീ മുഅ്ജിസാത്തി സയ്യിദിൽ മുർസലീൻ എന്നൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. വ്യക്തമായി ഓരോ സംഭവങ്ങളും അതിലെഴുതി വച്ചത് കണ്ടാൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. അവിടുത്തെ കൃപയും സ്നേഹവും എന്താണെന്ന്. ബിൽമുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് റഹ്മത്ത് ചെയ്യുന്ന, കൃപ ചെയ്യുന്നവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മുടെ വീടിൻ്റെ അകത്ത് റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളതുണ്ടാകരുത്, നമ്മുടെ വീടിൻ്റെ അകത്തുണ്ടാവരുത്. നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിൽ അന്യപെണ്ണിൻ്റെ ചിത്രമുണ്ടാകരുത്, അന്യപെണ്ണിനോട് സംസാരിക്കേണ്ട നമ്പരുണ്ടാകരുത്. അതെല്ലാം ഒഴിവാക്ക് സഹോദരാ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ബന്ധപ്പെടൂ. എങ്കിൽ ആ ബന്ധം ചെറിയ ബന്ധമല്ല. നിന്റെ ശാരീരിക സാമ്പത്തിക എന്ത് പ്രശ്നമുണ്ടോ അതിനെല്ലാം പരിഹാരം അവിടുന്ന് കാണിച്ചു തരും, അവിടുന്ന് പറഞ്ഞു തരും, അതിനാളെയും കാണിച്ചു തരും. അതിനെല്ലാം എത്രയോ സംഭവങ്ങൾ തെളിവാണ്. ബൈഹഖി അടങ്ങുന്ന 3 പേര് മദീനയിലെത്തുകയാണ്. ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ബൈഹഖി അടങ്ങുന്ന 3 പേരുകൾ മദീനയിലെത്തി. ഞാൻ നിർത്തുകയാണ്. മദീനയിലെത്തിയപ്പോൾ അവർക്ക് ഭക്ഷണമില്ല. ഞങ്ങളവിടെ ഫിൽ മദീനത്തി 5 അയ്യാം, 5 ദിവസം ഭക്ഷണമില്ലാതെ ഞങ്ങൾ വിശപ്പ് സഹിച്ചു നിന്നു. 3 പണ്ഡിതന്മാരാണ്, ഇമാം ഇബ്നു മുഖരി തങ്ങൾ, ബൈഹഖി തങ്ങൾ, അതുപോലെ തന്നെ
അബുഷൈഖ് തങ്ങൾ, ഈ 3 പേരുമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവർ 3 പേരും കൂടെ ഒരു ടെൻറ്റിലാണെന്നുള്ളത്. ആ ടെൻറ്റിലിരുന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ 5 ദിവസമൊക്കെ പച്ചവെള്ളം കുടിച്ചാൽ എന്തുണ്ടായിരിക്കും? ചിന്ത എന്താണ് ഈ പണ്ഡിതന്മാർക്ക്? മുത്ത് റസൂലുള്ള എത്ര വിശപ്പ് സഹിച്ചു എന്നതാണ്. പിന്നെ നമ്മൾ എന്താ തങ്ങളോട് പോയി പറഞ്ഞതിന് അർത്ഥമില്ല. വിഷമല്ലേ? തങ്ങൾക്ക് കേൾക്കുമ്പോൾ പ്രയാസാവൂലേ? ക്ഷമല്ലാത്ത പണ്ഡിതന്മാരെ നമ്മൾ എണ്ണൂലേ എന്ന പേടിയിൽ 2 പേര് പോയില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ പോയി പറയട്ടെ തങ്ങളോട് വിഷമം പറയുന്നതിനൊരു തെറ്റ് കാണാത്ത അതിൽ ഗുണം കാണുന്നവരായിരുന്നു മുൻഗാമികളായ പണ്ഡിതന്മാർ മുഴുവനും. ബിദഅ ആശയക്കാരനായ ഇബ്നു തൈമിയ്യ അല്ലാത്ത പണ്ഡിതന്മാർ മുഴുവനും അങ്ങനെയാണ് ജീവിച്ചതും അവരങ്ങനെയാണ് ഈ ലോകത്തോട് കാണിച്ചു തന്നതും അവരങ്ങനെയാണ് ഈ ലോകത്തിൽ ചെയ്ത് ജീവിച്ച് മരിച്ചു പോയതും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇമാം നബഹാനി പറയുന്നു, അങ്ങനെ ആ പണ്ഡിതൻ നബി തങ്ങളുടെ അരികിൽ ചെന്നിട്ട് സങ്കടങ്ങൾ പറഞ്ഞു. നബിയെ, ഞങ്ങളിങ്ങനെ 3 പേര് ടെൻറ്റിൽ വിശന്ന് കഴിയുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബൈഹഖിയാണെന്ന് തോന്നുന്നു, അവർ പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞ് ഞങ്ങളുടെ ടെൻറ്റിലെത്തി ഞാൻ തങ്ങളോട് പറഞ്ഞു വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. തങ്ങളോട് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം തങ്ങൾ കാണാതിരിക്കുകയില്ല എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും അല്പനേരം കഴിഞ്ഞു ഞങ്ങളിങ്ങനെ പരിഹാരത്തെ കാത്തിരിക്കുകയാണ്. നോക്കി നിങ്ങൾ, മുസ്ലിമീങ്ങളുടെ വിശ്വാസം, പണ്ഡിതന്മാരുടെ വിശ്വാസം, പാരമ്പര്യ വിശ്വാസം. നബിയോട് പറഞ്ഞിട്ടുണ്ടോ പരിഹാരമുണ്ടായിരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ വാതിൽ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ ആരോ അടിക്കുന്നു. ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഭക്ഷണം കാത്തിരിക്കുക, തങ്ങൾ കൊടുന്നേരും എന്നുള്ളതൊക്കെ. ഇത് പറയാൻ വരെ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് പാടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഇമാമിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞാൽ അത് പറയാൻ തന്നെ പറ്റുമോ എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസം അങ്ങോട്ടെത്തി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ ടെൻറ്റിൻ്റെ കർട്ടൻ പൊക്കി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരാളും 2 അയാളുടെ ഖാദിമീങ്ങൾ കൂടെയുണ്ട്. അവർ 2 ആളുടെ കയ്യിലും പാത്രങ്ങളും സാധനങ്ങളുമുണ്ട്. അവർ ഞങ്ങളെ ടെൻറ്റിലേക്ക് കടന്നിട്ട് ചോദിച്ചു, ടെൻറ്റിലേക്ക് കടന്നിട്ട് അതിലുള്ള നേതാവ് പറഞ്ഞു, നിങ്ങൾ അശകൗത്തും ജൂഅക്കും ഇലാ റസൂലില്ലാ, നിങ്ങൾക്ക് വിശപ്പുണ്ടെന്ന് നിങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞിരുന്നോ? ഇവർക്കത് കേൾക്കുമ്പോൾ എത്ര പ്രയാസം ഉണ്ടായിരിക്കും. നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിരുന്നോ വിശപ്പുണ്ടെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. മറ്റേ ആൾ പറഞ്ഞു, ഞാൻ പറഞ്ഞാണ്. എന്നാൽ എൻ്റെ വല്ലിപ്പയാണ് മുത്തുനബി തങ്ങൾ. ഞാൻ അവാലിൽ മദീനയിൽ താമസിക്കുന്ന ഒരുത്തനാണ്. മദീനയിൽ അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്, കുറച്ച് ദൂരമുണ്ട്. ഞാൻ മുത്തുനബിൻ്റെ കുടുംബ മെമ്പറാണ്. എൻ്റെ അരികിൽ മുത്തുനബി ഞാൻ ഉറങ്ങുമ്പോൾ വന്നിട്ട് പറഞ്ഞു, മദീനത്തെ ഇന്നാലിന്ന ഭാഗത്തുള്ള ടെൻറ്റിൽ 3 പണ്ഡിതന്മാർ വിശന്നിരിപ്പുണ്ട്, അവർക്ക് നീ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉണർന്നു. ഞാൻ ഭക്ഷണമുണ്ടാക്കാൻ അല്പം വൈകി. അതുമായി എൻ്റെ അടിമകളാണ് ഇവർ 2 പേരും. അവരാണ് ഈ ഭക്ഷണം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ ഭക്ഷണമാണ്, നിങ്ങൾ കഴിക്കണം. ഒരു കാര്യം, ഇനി മദീനയിൽ നിന്ന് പോകുന്നത് വരെ ആരുടെ കയ്യിൽ നിന്ന് ഒരു ഭക്ഷണവും സ്വീകരിക്കരുത്. ഞാൻ ടൈം എത്തുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെ എത്തിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവമാണോ, 2 ആണോ, 3 ആണോ, 10 ആണോ, 100 ആണോ? അല്ല, എൻ്റെ അറിവിൽ എത്രയോ കിതാബുകളിൽ ഇങ്ങനെ കാണാൻ കഴിയും. അള്ളാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. എന്ത് വിഷമുണ്ടെങ്കിലും മുത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞോ, അള്ളാഹുവിനോട് പറഞ്ഞോ, മുത്തുനബിയോട് പറഞ്ഞോ, ഔലിയാക്കളോട് പറഞ്ഞോ. അതാണ് ഇസ്ലാം മതം പഠിപ്പിച്ചത്. അതാണ് അടിസ്ഥാന വിശ്വാസം. അതിൻ്റെ എതിരിൽ ആദ്യമായി പറഞ്ഞത് ഇബ്നു തൈമിയ്യയാണ്. അയാളെ സമൂഹം തന്നെ തള്ളിക്കളഞ്ഞ മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂലുള്ളാഹിനെ മദദ് സമ്പാദിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദദ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മുത്തുനബിക്ക് വെറുപ്പുള്ളൊന്നും ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിലും നമ്മുടെ മദ്രസയിലും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ശുദ്ധമായിരിക്കണം, ശുദ്ധമായി സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിന് വെറുപ്പുള്ള ചിത്രങ്ങൾ അവിടെ ഉണ്ടാകരുത്, വെറുപ്പുള്ള പുസ്തകങ്ങൾ ഉണ്ടാവരുത്. മഹാനായ അബൂബക്കർ ദാഗസ്താനി തങ്ങൾ പറയുന്നു, അവിടുത്തെ വസീലത്തുൽ ലബീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു കാണാം, ഞാൻ സാധാരണ നബി തങ്ങളെ കാണുന്നവരായിരുന്നു. അള്ളാഹു നമുക്ക് നബിയെ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. അത് വലിയ അനുഗ്രഹമാണ്. മുത്ത് റസൂലുള്ളാഹിനെ കാണുന്നത് വലിയ അനുഗ്രഹമാണ്.
പടച്ചവനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. വിധിയില്ലെങ്കിൽ മരിക്കുന്ന ടൈമിലെങ്കിലും കാണിച്ചു തരണേ അല്ലാ. അതിനും വിധിയില്ലെങ്കിൽ ഖബറിൽ വെച്ച് സന്തോഷത്തോടുകൂടെ കണ്ട് ഇത് ഞങ്ങളുടെ നബിയാണെന്ന് പറയാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. പടച്ചവനെ ആഖിറത്തിൽ അവിടുന്ന് കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അബൂബക്കർ ദാഗസ്താനി തങ്ങൾ പറയുന്നു, ഞാൻ മുത്തുനബിയെ സാധാരണ കണ്ടിരുന്ന ആളാണ്. ആ കാണൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എന്താണെന്ന് അറിയുമോ? ഞാൻ എൻ്റെ ഒരു ദൗർബല്യതയിൽ ഞാൻ നാദിർ ഷാ എന്ന പേരുള്ള ഒരു പുതിയ ആശയക്കാരൻ്റെ കൂടെ ഞാനൊരു വലീമത്തിൽ പങ്കെടുത്തു, ഒരു സദ്യയിൽ പങ്കെടുത്തു. നമുക്കിന്നിപ്പോൾ ആരെ വലീമത്ത് എന്നില്ലല്ലോ, ആരെ സദ്യ എന്നില്ല. ആര് സദ്യ സംഘടിപ്പിച്ചാലും നമ്മളതിൽ പോകും, കഴിക്കും. ഈ ഒരവസ്ഥയിലേക്കെത്തി. ഇത് എവിടുന്ന് വന്നത്, ഇതെങ്ങനെയാണ് എന്നൊന്നും ചിന്തയില്ല, കിട്ടിയത് തിന്ന. ഇതാണ് നമ്മുടെ സ്വഭാവം. ഈ സദ്യയിൽ പങ്കെടുത്തപ്പോൾ അതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി തങ്ങളെ കാണാതെയായി. ഞാൻ വല്ലാതെ വിലപിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അബൂബക്കർ ദാഗസ്താനി വലിയ പണ്ഡിതനാണ്, 200 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ മഹാനാണ്. അവരുടെ കിതാബ് എൻ്റെ കയ്യിലുണ്ട്. അവർ പറയുന്നു, ഞാൻ അങ്ങനെ സങ്കടത്തിൽ അള്ളാഹുവിനോട് സങ്കടം പറയാൻ തുടങ്ങി, മുത്തുനബിയോട് സങ്കടം പറയാൻ തുടങ്ങി. എന്തേ എൻ്റെ കയ്യിൽ പറ്റിയത്? ഒന്ന് കാണണം നബിയെ. കാണുന്നത് നഷ്ടപ്പെട്ടത് എന്ത് കുറ്റം ചെയ്തത് കൊണ്ടാണ്? ഒരു ദിവസം നബി തങ്ങളെ കാണാൻ കഴിഞ്ഞു, പക്ഷെ അങ്ങകലെയാണ് നിൽക്കുന്നത്. മുത്തുനബിയെ കാണുന്ന ഒരാൾക്ക് അകലെ നിൽക്കുന്നതായി തോന്നിയാൽ, കണ്ടാൽ എന്തൊരു വിഷമമായിരിക്കും. അതും എന്നെ തൊട്ട് പിന്തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഞാൻ ചെന്ന് സങ്കടം പറഞ്ഞു, നബിയെ ഇവൻ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ലാ അഖ്റുബു മൻ യഅകുലു മഅൽ കഫറ വമൻ യജ്തമിഉ ഫീ സുഫറത്തിൽ ഫജറ. അക്രമികൾ, നീതിയില്ലാത്തവർ, ബിദ്അത്തുകാർ, പുത്തനാശയക്കാർ, അവരുടെ മായിദയിൽ പങ്കെടുക്കുന്ന, അവരുടെ സുപ്രകളിൽ പങ്കെടുക്കുന്നവരോട് നമുക്കടുപ്പമില്ല മോനെ, നമുക്കവരുമായി ബന്ധമില്ല മോനെ. അതാണ് നിനക്ക് എന്നെ കാണാൻ കഴിയാത്തത്. അദ്ദേഹം പറയുന്നു, ഇതോടുകൂടെയാണ് എൻ്റെ അവസ്ഥ തന്നെ ഞാൻ മാറ്റുകയാണ്. പിന്നെ റസൂലുള്ളാഹി തങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. സഹോദരങ്ങളെ, അത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വൃത്തികെട്ട എന്നൊരു വാക്കുപയോഗിക്കുന്നുണ്ട്. മൽഊൻ എന്ന് ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട്. കാരണം അയാളെ കൂടെ ഒന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണല്ലോ മുത്തുനബിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് എന്ന നിലക്ക്, കഷ്ടതയുള്ള വേദനയുള്ള നിലക്ക് പറഞ്ഞു പോയ വാക്കാണത്. ആ കിതാബിലത് കാണാം. നമ്മൾ ആരെ കൂടെ ഭക്ഷണം കഴിക്കണം, ആരെ കൂടെ ഇരിക്കണം, ആരെ കൂടെ നടക്കണം, ഏതെല്ലാം ആശയങ്ങളിൽ കൂടണം നാം ചിന്തിക്കണം. ശുദ്ധമായ മനസ്സോടുകൂടെ, ആരോടും മനസ്സിൽ ഹിഖദും ഹസദും വെക്കാതെ ശുദ്ധ മനസ്സ് വെച്ച് എല്ലാവരും നന്നാവണമെന്ന ചിന്തയിൽ അങ്ങ് ആ രൂപത്തിൽ ജീവിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വീടിനെയും അള്ളാഹു പൊരുത്തപ്പെടാത്തതിനെ തൊട്ടൊക്കെ ശുദ്ധിയാക്കി, നമ്മളെ വീട്ടിൽ വേണ്ടാത്ത ചിത്രങ്ങൾ കാണരുത്, വേണ്ടാത്ത ചിത്രങ്ങൾ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കരുത്, അതിന് മക്കൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കരുത്. ചെറുപ്പക്കാരെ, അന്യ സ്ത്രീകളുമായി നിങ്ങൾ പരിചയപ്പെടരുത്, അന്യ സ്ത്രീകളുമായി അന്യ പുരുഷന്മാരുമായി നിങ്ങൾ പരിചയപ്പെടരുത്. അള്ളാഹു തആല പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ നീങ്ങരുത്. വല്ല അബദ്ധങ്ങളും വന്നാൽ ഉടനെ തൗബ ചെയ്ത് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് മടങ്ങി നല്ലവരായി തീരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ പരിപാടിയിൽ അള്ളാഹു തആല അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അവർക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഉസ്താദുമാർ, ചെറിയ വിഹിതമാണ് നമ്മളെ ഉസ്താദുമാർക്കൊക്കെ നമ്മളെ മദ്രസെന്നും പള്ളിയെന്നും ദർസെന്നൊക്കെ കൊടുക്കുന്നത്. എത്രയോ കൊല്ലാകുമ്പോൾ അതിനനുസരിച്ചൊരു ശമ്പളം കൂട്ടി കൊടുക്കലൊന്നും നമ്മളെടുത്തുന്നില്ല. ചെറിയ നിലക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അവരതിൽ തൃപ്തി അടയുന്നു. അതിൽ അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടുത്തെ ഉസ്താദുമാരെ പറ്റി, നമ്മളെ 4 മദ്രസയിലെ ഉസ്താദുമാരെ പറ്റിയും എല്ലാവരും ബിരുദധാരികളാണ്. പഴയ ഉസ്താദുമാരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരും ബിരുദധാരികളില്ലാത്ത ആരും ഇല്ലല്ലോ. ഒരാളുണ്ടെങ്കിൽ ഉണ്ട്. അല്ലട്ടോ, ബിരുദം വേണമെന്നല്ല, ബിരുദുണ്ടായാൽ മതി. ബിരുദം വേണമെന്നില്ല. ബിരുദമുണ്ട്, ബിരുദില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ബിരുദുണ്ടായാൽ മതി. നല്ലൊരു ബോധമുള്ള നമ്മളെ ഉസ്താദുമാർ, ഇപ്പോൾ മോൽക്കുട്ടിയിലേർ, അതുപോലെ തന്നെ ഉസ്താദുമാർ,
അവരൊന്നും ബിരുദമുള്ളവരല്ല. എൻ്റെ ഉസ്താദാണ് മൗലക്കുട്ടിയിലേര്. ഇവിടുത്തെ അധികം ആളുകളുടെ ഉസ്താദാണ് മൗലക്കുട്ടിയിലേര്. മൗലക്കുട്ടി എന്ന് പറഞ്ഞാൽ മൗലക്കുട്ടി എന്നർത്ഥം. കുട്ടി എന്ന് പറഞ്ഞാൽ അബ്ദ് മോഹൻ എന്നൊക്കെ അർത്ഥം. മൗലക്കുട്ടി എന്നാണ് പഴയ കാലത്തുള്ള പേരാണ്. റസൂലുള്ളാഹിൻ്റെ കുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. റസൂലുള്ളയാണ് മൗല. മൗലക്കുട്ടി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ കുട്ടി എന്ന് പേരിട്ടുക. പഴയ കാലത്ത് അങ്ങനെയാണ്. അടിമക്കുട്ടിയിലേര്, മൗലക്കുട്ടിയിലേര് അങ്ങനെയൊക്കെ ഉണ്ടാവും. മൗലക്കുട്ടിയാണ് മോലിക്കുട്ടിയാകുന്നത്. അങ്ങനെ മോലിക്കുട്ടിയിലേര്, കുഞ്ഞാമൂലേര്, സെയ്ദൽ ബിലേര്, മുഹമ്മദ് അലി മൗലേര്, അതുപോലെ തന്നെ അബ്ദുസലാം മുസ്ലിയാർ, ഇവരാരും ബിരുദധാരികളല്ല. പിന്നെ റൗലത്തുനിന്ന് പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മാമൂലേര് ബിരുദധാരിയല്ല. ഞാൻ ബിരുദധാരികളെ പ്രത്യേകം എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അറിവാണ് വലിയത്. അല്ലാഹു തആല അവരൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഈ ഈ രംഗത്ത് നമ്മുടെ മദ്രസകളിലൊക്കെ ഖിദ്മ ചെയ്യുന്ന, ഇസ്ലാമിൻ്റെതൊക്കെ ഖിദ്മയാണ്, ഖിദ്മ ചെയ്യുന്ന ഉസ്താദുമാർക്ക് അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന മനാറുൽ ഹുദാ സംഘം, അള്ളാഹു ഈ സംഘത്തെ ഒരു വിഷമവുമില്ലാതെ സന്തോഷത്തോടുകൂടി ഈ സ്ഥാപനങ്ങളൊക്കെ ഖിയാമത്ത് നാൾ വരെ ഒരു പ്രയാസവുമില്ലാതെ കൊണ്ടു നടക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി നാട്ടിലുള്ള എല്ലാവരും സഹായിക്കുന്നവരും സഹകരിക്കുന്നവരുമാണ്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ പാവപ്പെടുത്തു ചെന്നപ്പോൾ അവിടെയുള്ള പ്രവർത്തകർക്കൊക്കെ വല്ലാത്ത സന്തോഷമായിരുന്നു. പ്രത്യേക രൂപത്തിൽ ഒരു രൂപങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ ഒന്നും കൂടെ ഉണർന്നു എന്ന് മാത്രം. എപ്പോഴും അവർ നമ്മളൊക്കെ ക്ഷണിക്കാറുണ്ട്. എൻ്റെ ആരോഗ്യക്കുറവുകൊണ്ട് ഞാൻ പോകാറില്ല. പലരും മനസ്സിലാക്കിയത് ഉസ്താദ് മടിയാനായിട്ടാണെന്നാ. അല്ല അബീവന്മാരെ, എന്നെക്കൊണ്ട് കൈയായിട്ടാണ്. ആഫിയത്ത് വളരെ കുറവാണെന്ന് പറഞ്ഞാൽ പറ്റ കുറവാണ്. ആ നിലക്ക് യാത്ര ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ്. പിന്നെ ബാവ വന്നപ്പോൾ ബാവൻ്റെ എനിക്ക് കഴിയൂല. ബാവ ചെയ്യണമായിരുന്നു, എന്നെക്കൊണ്ട് പറയാനൊന്നും കിട്ടൂല. എന്താ ചെയ്യേണ്ടതെന്നും പറയാൻ അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് വന്നിട്ട് വല്ല ഫായിദ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ എന്നെക്കൊണ്ടിട്ട് വരാനും കഴിയൂല. ഞാനിപ്പോൾ നാട്ടിലേക്ക് വരൽ തന്നെ കുറവാണ്. ബാവന്ന് ഇവിടുത്തെ രണ്ട് സ്വലാത്തിന് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാവ കരഞ്ഞ്. ഞാൻ ചിന്തിച്ചു, എന്താ പിന്നെ മോൻ കരയണെന്തിനെ? എന്നെക്കൊണ്ട് ഞാൻ ഏതെങ്കിലും മൂലയിലുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറയാത്ത കാര്യങ്ങളില്ലാവില്ല. ഏതെങ്കിലും ഭാഗത്തിരുന്നെങ്കിലും ഈ സമൂഹത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയാത്തൊരു ദിവസം ഇല്ല എനിക്ക്. നമ്മളെ മനസ്സിലെ നെഞ്ചിലെ നമ്മളെ ഹാർട്ടാണ് ഈ സുന്നി സെൻറ്റർ. അത് മറന്നുകൊണ്ടൊന്നും നമ്മൾ നീങ്ങുകയില്ല. അതിൻ്റെ കീഴിലുള്ള പ്രവർത്തകരെ മറക്കുകയില്ല. ഒരുപക്ഷെ അവരുടെ ബന്ധക്കാർ മരിക്കുമ്പോൾ അവർ വിളിക്കും, അവരെ കൂടിയിരിക്കലിന് വിളിക്കും, കല്യാണത്തിന് വിളിക്കും. അതൊക്കെ അടുത്ത ആറ്റത്തങ്ങൾ ചാലിയത്ത് വന്നിരുന്നു. മകളെ കല്യാണമുണ്ട്, നിക്കാഹുണ്ടെന്ന് പറഞ്ഞ് ഞാനിന്ന് മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. എന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. പ്രവർത്തകരോട് പറയുകയാണ്, അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശത്തിന് കൂലി തരുമല്ലോ. നേരക്ക് ആഫിയത്തുള്ള കാലത്ത് ചെയ്ത നന്മകൾ ചെയ്ത ഒരാൾക്ക് ആഫിയത്തില്ലാത്ത കാലത്ത് ചെയ്യാതിരുന്നാലും ആ കൂലി എഴുതുമെന്ന കൂട്ടത്തിലെങ്കിലും അല്ലാഹു എന്നെയും നമ്മളെയൊക്കെ പെടുത്തി തരുമാറാകട്ടെ. ആഫിയത്തോടുകൂടെ സുന്നത്തി ജമാഅത്തിന് പ്രവർത്തിക്കാൻ, അല്ലാഹുവിൻ്റെ ദീനിനെ സേവനം ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, നമ്മളെ അദ്രാമ മൗലവി, അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും നമ്മളെ സ്റ്റേജിലുണ്ട്. അവരൊക്കെ നിങ്ങളോടൊക്കെ പ്രസംഗിക്കേണ്ടവരാണ്. ഞാൻ ഇന്നെ മദൂർ റസൂൽ എന്ന് പറഞ്ഞാണ്ട് ബാവ ആണ്ട് പറയാന്നുള്ളൂ. എല്ലാവർക്കും നബിയെ സംബന്ധിച്ച് പറയാൻ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഷാർജയിലില്ല അദ്രാമൗലിൻ്റെ റാസൽ ഹൈമേൽ, റസൂൽ ഹൈമ എന്ന് പറയും. റാസൽ ഹൈമേൽ ചെന്നപ്പോൾ അവിടുത്തെ പകരുസ്താദ് മൂപ്പരാ. ഞാൻ പകരുസ്താദ് എന്ന് പറയും. എന്നെ ആൾക്കാർ പകരുസ്താദ് എന്നറിയും. എന്നാൽ അവിടെ പകരുസ്താദ് മൂപ്പരാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ സജീവം അവിടുത്തെ പ്രസിഡൻ്റായ SYSൻ്റെ നീണ്ടകാലം അവിടെ പ്രവർത്തിച്ച്, അപ്പോഴും നമ്മളെ നാട്ടിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസീസുലേരും മൊബൈൽ പള്ളിയുടെ ഇമാമ ഇവരിവിടെ ഇല്ലേ പോയോ? പ്രകടനത്തിന് തന്നെ കഴിഞ്ഞ വലിയ ഭാഗ്യം പോയി. നടക്കാൻ കഴിയില്ല മൂപ്പർക്കൊന്നും. ബഹുമാനപ്പെട്ട അദ്രാമൗലിയുടെ മക്കൾ അബ്ദുള്ളേര്, അതുപോലെ അസീസാജി, ലത്തീഫാജി, അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ഉസ്താദ് നല്ലൊരു മനുഷ്യനായിരുന്നു. അള്ളാഹുവിനെ പേടിയുള്ളൊരു മനുഷ്യനായിരുന്നു.
അതുപോലെ മോൽക്കുട്ടിയിലേര് അള്ളാഹു അവരെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഓലൊക്കെ ചെയ്ത സേവനങ്ങളുടെ 101 ചെയ്യാൻ നമുക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അവരൊന്നും ഇവിടെ ഒന്നുമില്ലാത്ത കാലത്ത് ദീൻ വളർത്തിയെടുത്ത പണ്ഡിതന്മാരാണ്. പള്ളിപ്പറമ്പിൽ ഏകദേശം 20-ലേറെ ആലിമീങ്ങൾ കിടക്കുന്നുണ്ട്, എത്രയോ സാദാത്തുകൾ കിടക്കുന്നുണ്ട്. 3 സെയ്ദ് കുടുംബം ഇവിടെ ഈ നാട്ടിലുണ്ട്. ഒന്ന് പിലാശ്ശേരി കുടുംബം, അഥവാ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ കാലത്ത് മമ്പുറം തങ്ങൾ ആക്കി തന്ന ഇബ്രാഹിം തങ്ങളിലൂടെ വന്ന മക്കൾ, അവർ ബാലവി കുടുംബമാണ്, അലവി കുടുംബക്കാരാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളാരുമല്ല അവരെ തങ്ങളാക്കിയത്. ആ കാലം മുതലേ അവരെ തങ്ങളെന്ന് വിളിച്ച് മഹാന്മാരിലൂടെ വിളിക്കപ്പെട്ടു പോകുന്നതാണ്. ആരും അവരുടെ നസബ ചോദ്യം ചെയ്യുന്നതിനർത്ഥമില്ല. അത് ചെയ്താൽ അത് അപകടമായിരിക്കും, മുസീബത്തായിരിക്കും. ആരും ഇവിടെ തർക്കിച്ചിട്ടില്ല അവർ സെയ്ദാണെന്ന്. ഈ സെയ്ദന്മാരെ, അലവി സെയ്ദന്മാരെ കൂട്ടത്തിൽപ്പെട്ടവരാണവർ. പിലാശ്ശേരി തങ്ങന്മാർ അവരെ എന്തെങ്കിലും പറയുന്നത് വലിയ അപകടമായിരിക്കും. ഞാൻ എൻ്റെ വക പറയുകയല്ല, കിതാബ് രേഖ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ രേഖാമൂലം വ്യക്തമായി എഴുതപ്പെടാത്ത തങ്ങന്മാരുണ്ടാകും, എഴുതപ്പെട്ടവരുമുണ്ടാകും, എല്ലാം ഉണ്ടാകുമെന്ന് ഇമാമിങ്ങൾ ഷാറാനി ഇമാം അടക്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ഒന്ന് ഇബ്നു യഹ്യ അഥവാ കാപ്പാട്ടിൽ നിന്ന് വന്ന സയ്യിദ് അവറുകളുടെ മക്കളാണ്. അവരും ബാലവികളാണ്. ബാലവികളല്ലേ മോനെ? ജിഫിരികൾ, അതെ ജിഫിരികളാണ് അവർ. ജിഫിരി എന്നും പറയും, ജുഫിരി എന്നും പറയും, ജഫരി എന്നും പറയും. എന്നാൽ ഈ ജിഫിരി എന്നാണ് പറയേണ്ടത്. ചിലർ ജുഫിരി എന്ന് പറയാറുണ്ട്. അസ്ഹരി തങ്ങൾ പറയുന്നുണ്ട് ജഫിരി എന്നാണ് പറയേണ്ടതെന്ന്. അതിന് പ്രത്യേക രേഖയൊന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല, മൂപ്പരാണ്ട് പറഞ്ഞിക്കാണ്. നുബൂമിൻ വലമായി മലൈബാർ എന്നൊരു കിതാബുണ്ട് അസ്ഹരി തങ്ങൾക്ക്. വലിയ പണ്ഡിതനായിരുന്നു അസ്ഹരി തങ്ങൾ. ആ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർ ജിഫിരി സാദാത്താണ് അവർ. പിന്നെ ഉള്ളത് ആരാണ്? വലിയാക്കത്തോടി തങ്ങന്മാരാണ്. വലിയാക്കത്തോടി തങ്ങന്മാരെ സംബന്ധിച്ച് കൈനകപ്പാറ ഉസ്താദിൻ്റെ ഉപ്പ സൂഫി മുസ്ലിയാർ ഖുറത്തുൽ-ഐൻ എന്ന ഷജറത്തുസ്സൈൻ എന്നൊരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അത് മുത്തുനബി മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് വളപട്ടണത്തിലെത്തിയ അഹമ്മദ് ബലാഫത്തനി വരെയും, ആ അഹമ്മദ് ബലാഫത്തനി മുതൽക്ക് പിന്നെ മുസ്തഫ ഹബീബ് പൂക്കോയ തങ്ങൾ വരേക്കും, അവിടെ മുതൽക്ക് ബഹുമാനപ്പെട്ട ഇന്നുള്ള സയ്യിദന്മാരുടെ സിൽസില ഫുള്ള് അതിൽ വ്യക്തമായി കവിതയായി ഷജറത്തുസ്സൈൻ എന്നൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശാലമായ വിശദീകരണം ചെറുശോല ഖാദി അഹമ്മദ് ബുഖാരി അല്ലെങ്കിൽ മുഹമ്മദ് ബുഖാരി, എൻ്റെ ഓർമ്മ തെറ്റിപ്പോയോ എന്നറിയില്ല, അവരൊരു വിശദീകരണം എഴുതി ഖുറത്തുൽ-ഐൻ എന്ന കിതാബിൽ അവരുടെ പരമ്പര തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാദാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മളെ നാട് ബറക്കത്തിലാക്കി തെരുമാറാകട്ടെ. ഇരു ഗ്രൂപ്പിനും സന്തോഷത്തോടുകൂടെ നീങ്ങുന്നു, ഒരു പ്രശ്നവുമില്ല. ജുമാഅത്ത് പള്ളിയിൽ 2 കൂട്ടരും ഒരുമിച്ച് കൂടി ജുമാഅക്കും അതുപോലെ തന്നെ നബിദിനത്തിനും ഒരുമിച്ച് കൂടി സന്തോഷത്തോടുകൂടെ നീങ്ങുന്നു. അവരവനക്ക് അറിയുന്ന അറിവുകൾ അവനവൻ്റെ മക്കൾക്ക് പഠിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന 2 വിഭാഗക്കാരും അത് വിട്ടുകൊണ്ട് അവർക്ക് 2 കൂട്ടർക്കും കളിയില്ല. പിന്നെ ചില്ലറ തർക്കങ്ങളാണുള്ളത്. ആ പേരിൽ അങ്ങുമിങ്ങും സ്റ്റേജ് കെട്ടലൊന്നും ഈ നാട്ടിലില്ല. ഇപ്പോൾ എല്ലാം വളരെ സന്തോഷത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ഐക്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മറ്റു മതക്കാരുമായിട്ടൊരു ഛിദ്രതയുമില്ല. എല്ലാവരുമായി നല്ല രൂപത്തിലുള്ള നീക്കത്തിലാണ് ഈ നാടിലുള്ളത്. ഈ നാട് വളരെ സമാധാനത്തിൻ്റെ നാടാണ്, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നാടാണ്. അല്ലാഹു തആല അതിൻ്റെ ദിലിൽ ആര് നീങ്ങുന്നോ അവനെ അല്ലാഹു പാഠം പഠിപ്പിക്കുമാറാകട്ടെ. ഈ നാടിൻ്റെ ഐക്യം തകർക്കാൻ ആരൊരുങ്ങിയോ അവൻ അല്ലാഹു വെറുതെ വിടാതെ, അവനെ അല്ലാഹു ഒരുപക്ഷെ നന്നാക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഷർറിൽ നിന്ന് ഈ നാടിനെ അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.